Well, good morning. Welcome to Higher Secondary IT Max Lab. Today we are going to start our lab. Last year we started our lab for Max subject also. ഇത് നമ്മുടെ പിള്ളേർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാബ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇത് നമുക്ക് ലാബ് വരുന്നത് 40 മാർക്സിനാണ്. 40 മാർക്സിൽ 32 മാർക്സ് ലാബ് എക്സാമിന് ഉണ്ടാവും, 4 മാർക്സ് വൈവ ആൻഡ് 4 മാർക്സ് ഫോർ ദ റെക്കോർഡ് ബുക്ക്. സോ 32 മാർക്സ് ഫ്രം ദ ലാബ് എക്സാം യു വിൽ ഹാവ് ടു സ്കോർ. 32 മാർക്സ് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് 5 ലാബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 ലാബ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫസ്റ്റ് ലാബിൽ നിന്നും, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചൂസ് ചെയ്യുന്ന 5 ക്വസ്റ്റ്യൻസ് 5 ലാബ് ഏതാണോ 5 ലാബിൽ നിന്ന് ഓരോ ലാബിൽ നിന്ന് നിങ്ങൾക്ക് 14 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ഈ 14 മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങൾ 3 ലാബ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ മതി. 3 ലാബ് 3 × 14 42. ആ 42ൽ ബെസ്റ്റ് നിങ്ങൾക്ക് 32 മാർക്സ് അവർ എടുക്കും. പിന്നെ 4 മാർക്സ് റെക്കോർഡിൻ്റെ മാർക്കും 4 മാർക്സ് വൈവേൻ്റെ മാർക്കും. വൈവ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ലാബ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസ് എന്താണോ അത് മാത്രമേ ചോദിക്കുകയുള്ളൂ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ലാബ്. നമുക്ക് ആദ്യത്തെ ലാബ് വരുന്നത് വാല്യൂ ഓഫ് ഫങ്ഷൻസ്. സോ ആദ്യത്തെ ലാബ് വാല്യൂ ഓഫ് ഫങ്ഷൻസ്. ഈ വാല്യൂ ഓഫ് ഫങ്ഷൻസിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ടു കൺസ്ട്രക്ട് ആൻ ആപ്ലെറ്റ് ടു എസ്റ്റാബ്ലിഷ് ജോമെട്രിക്കലി ദ കറസ്പോണ്ടൻസ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് ആൻ ഇമേജ് അണ്ടർ എ ഫംഗ്ഷൻ. നമുക്കുള്ള ഒരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ f(x) = x² എന്ന് എടുക്കുകയാണെങ്കിൽ ആ x², ഇപ്പോൾ f(1) സ്ക്വയർ ഓഫ് എ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ, അത് ജോമെട്രിക്കലി യൂസിങ് ഗ്രാഫ് നമ്മൾ എങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഈ ആപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കും. സോ അതിനത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതിൽ 3 ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 1.1, ആക്ടിവിറ്റി 1.2 ആൻഡ് ആക്ടിവിറ്റി 1.3. ആക്ടിവിറ്റി 1.1 is regarding the constructing an applet for finding the image of a function. ആൻഡ് യൂസിങ് ദിസ് ആപ്ലെറ്റ്, രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇമേജസ് കണ്ടുപിടിക്കും. ഓരോ വാല്യൂസിൻ്റെ ഇമേജസ്, ഫംഗ്ഷൻ്റെ വാല്യൂസിൻ്റെ ഇമേജസ് കണ്ടുപിടിക്കും. മൂന്നാമത്തത് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് മെഷീൻ എന്ന് വെച്ചാൽ കൺസ്ട്രക്റ്റഡ് ആപ്ലെറ്റ് നമുക്ക് തരും. അത് യൂസ് ചെയ്തിട്ട് ഫങ്ഷണൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ആപ്ലെറ്റ് ചെയ്യും. സോ ആദ്യത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി പ്രൊസീജിയറൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരു ആപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ നമുക്ക് ഓൾറെഡി നമ്മുടെ ലാബ് മാനുവലിൽ ഉണ്ടാവും. സെയിം അതേ രീതിയിൽ നമ്മൾ ജിയോജിബ്ര ആപ്പിൽ പോയിട്ട് നമുക്ക് ഈ ജിയോജിബ്ര വിൻഡോയിൽ പോയിട്ട് നമ്മൾ അതേ നമ്മൾ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ആ ആപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. സോ ഇതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് f(x) = x². സോ ഹിയർ ഇൻ ദ ഇൻപുട്ട് ബാർ, ഈ ഇൻപുട്ട് ബാറിൽ x² എന്ന് കൊടുക്കുക. x² കൊടുക്കാൻ എന്താ ചെയ്യേണ്ടത്, ഷിഫ്റ്റ് +6 ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്പ് വരും, x∗2. സോ x², വി ഓൾ നോ x² ഗ്രാഫ് എന്ന് പറയുന്നത്, എൻ്റർ അടിക്കുക, x² ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ, പരാബോല. സോ യു ക്യാൻ സി നമ്മൾ ഏത് ഫംഗ്ഷനാണ് കൊടുക്കുന്നത്, നമ്മുടെ വിൻഡോയിൽ 2 വ്യൂസ് ഉണ്ടാവും, ഓൾജിബ്ര വ്യൂ, ഗ്രാഫിക്സ് വ്യൂ. സോ ഈ ഓൾജിബ്ര വ്യൂവിൽ നമ്മൾ എന്ത് ഇവിടെ ചെയ്യുന്നോ, ഗ്രാഫിക് വ്യൂവിൽ നമ്മൾ ഏത് ഗ്രാഫ് ഡ്രോ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ ഓൾജിബ്ര വ്യൂവിലുണ്ടാവും. ഏത് ഫംഗ്ഷനാണ്, അതിൻ്റെ ലെങ്ത് എന്താ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അതൊക്കെ ഈ ഓൾജിബ്ര വ്യൂവിൽ നമുക്ക് കാണാം. ഇത് കംപ്ലീറ്റ്ലി ഗ്രാഫിക്കൽ വ്യൂ. നമ്മൾ ചെയ്യുന്ന ഗ്രാഫ് വർക്കൊക്കെ ഇതിലുണ്ടാവും. നിങ്ങൾക്ക് ഈ ഗ്രാഫ് മൂവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മുകളിലോട്ട് താഴോട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാം. പിന്നെ ഇവിടെ ഈ ഓൾജിബ്ര വ്യൂവിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. സോ നമ്മൾ അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എന്തായിരുന്നു, f(x) = x². Now create a number slider a with increment 0.01. നമുക്ക് സ്ലൈഡർ ടൂൾ എടുത്തിട്ട്, സോ സ്ലൈഡർ ടൂൾ ഇവിടെ ഇതാണ് സ്ലൈഡർ ടൂൾ. ഈ സ്ലൈഡർ ടൂൾ എടുത്തിട്ട് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. സ്ക്രീനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇത് നമ്മൾ ഇൻറ്റീജർ വാല്യൂ എടുക്കരുത്, കാരണം നമുക്ക് ബിറ്റ്വീൻ വാല്യൂസും കൂടി എടുക്കാനുള്ളത് കൊണ്ട് ഡോണ്ട് ടേക്ക് ഇൻറ്റീജർ വാല്യൂ. സ്ലൈഡർ വിൽ ഗീവ് ദ നെയിം ആസ് a, മിനിമം വാല്യൂ -5, മാക്സിമം 5, ഇൻക്രിമെൻറ്റ് വി ഷൽ ഗീവ് 0.1 ആൻഡ് പ്രസ് ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ലൈഡർ വന്നിട്ടുണ്ട്. സോ ഈ സ്ലൈഡർ
യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇതിൽ പ്ലോട്ട് ദ പോയിൻറ്റ്സ് a,0, b, a,f(a), c, 0,f(a). അപ്പോൾ നമ്മളിത് ഇൻപുട്ടിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? a is equal to നമ്മുടെ പോയിൻറ്റ്സ് എപ്പോഴും വി യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പോൾ ക്യാപിറ്റൽ A is equal to ഇൻപുട്ടിൽ ക്യാപിറ്റൽ A is equal to ഓർഡർഡ് പെയർ a,0. എൻ്റർ പ്രസ് ചെയ്യുക. യു ക്യാൻ സി a,0 എന്ന് പറയുന്നത് പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ്. സോ ആ പോയിൻ്റ് ഇവിടെ നമുക്ക് കാണാം. a ഈസ് a,0. പിന്നെ നമുക്ക് പോയിൻ്റ് b എന്തായിരുന്നു? b ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ആണ്. ക്യാപിറ്റൽ B ഈസ് ഈക്വൽ ടു a,f(a), a,f(a). സോ ബി പോയിന്റ് f(a) എന്ന് പറയുന്നത് എന്താ? a വാല്യൂ 1 ആണെങ്കിൽ f(a) 1 സ്ക്വയർ 1. സോ b വാല്യൂ ദറ്റ് ഈസ് അത് ഫങ്ഷണൽ വാല്യൂ ആണ്. f(a) എന്ന് പറയുന്നത് ഫങ്ഷണൽ വാല്യൂ. ആ ഫങ്ഷണൽ വാല്യൂ എവിടെ ഉണ്ടാവും? ഓൺ ദ ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ മേലുണ്ടാവും. സോ നമ്മുടെ പോയിന്റ് B വരുന്നത് ഗ്രാഫിൽ വരും. നമ്മൾ ഇനിയൊരു പോയിന്റും കൂടി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് ക്യാപിറ്റൽ C ഈസ് ഈക്വൽ ടു 0,f(a). എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഫങ്ഷണൽ വാല്യൂ വിൽ പുട്ട് ഇറ്റ് ഓൺ ദ y axis 0,f(a). So we will be getting the 3 points A, B, C. ഇനി നെക്സ്റ്റ് ഇതിൽ എന്തുണ്ടായിരുന്നു? ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ്സ് AB and BC യൂസിങ് സെഗ്മെൻറ്റ് ടൂൾ. സോ സെഗ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട്, സെഗ്മെൻറ്റ് ടൂൾ എവിടെയുള്ളത്? ഈ ലൈനിൽ നിങ്ങൾക്ക് ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ടൂൾ ഉണ്ടാവും. ആ സെഗ്മെൻറ്റ് ടൂൾ എടുക്കുക. നമുക്ക് ഏതാ ജോയിൻ ചെയ്യേണ്ടത്? A, B, പിന്നെ B, C. സോ നമുക്ക് 2 ലൈൻ സെഗ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ AB, BC കർസർ മൂവ് ആയിട്ട് ഫ്രീ ആക്കിയാൽ മതി ഇവിടെ. സോ AB, BC വിൽ ബി ഗെറ്റിംഗ് 2 ലൈൻ സെഗ്മെൻറ്റ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ഇതിൽ? ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് ABC. നമുക്ക് ഇതിൽ കോർഡിനേറ്റ്സ് കാണിക്കണം. കോർഡിനേറ്റ്സ് കാണിക്കുക എന്ന് പറയുമ്പോൾ ഈ ഓരോ പോയിൻറ്റിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് ഷോ ലേബിൾ നെയിം ആൻഡ് വാല്യൂ, ഷോ ലേബിൾ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി, യു ക്യാൻ സീ ദ കോർഡിനേറ്റ്സ് ദെയർ ഹിയർ A1,0. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ കൊടുക്കുക. സോ A1,0. സോ അതുപോലെ തന്നെ ബി എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, കളർ യു ക്യാൻ ചേഞ്ച് ദ കളർ ഇഫ് യു വാണ്ട്. സോ ഐ വിൽ ഗീവ് ഗ്രീൻ കളർ ആൻഡ് ഹിയർ ബേസിക് ഷോ ലേബിൾ നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, നൗ വിൽ ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് C. അതിനെന്താ ചെയ്യേണ്ടത്? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, C, നെയിം, ഷോ ലേബിൾ നെയിം ആൻഡ് വാല്യൂ. ഇഫ് യു വോണ്ട് കളർ ചേഞ്ച് ചെയ്യണോ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാം, ബ്ലൂ കൊടുക്കാം. സോ ക്ലോസ് ദിസ് വൺ. ഇനി അത് കാണണമെന്നുണ്ടെങ്കിൽ അത് ആ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചാൽ മതി. ഓക്കെ, ദിസ് ഇസ് B. ഇനി നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞത് എന്താ? ഷോ ദ കോർഡിനേറ്റ്സ് കഴിഞ്ഞു. നൗ ഡ്രാഗ് ദ പോയിന്റ് A along x axis. Either click and drag the point using slider and drag the slider point to change the value of A. Observe the movement of C on the y axis. നമ്മൾ ഈ ആപ്ലേറ്റ് ചെയ്തത് എന്തായിരുന്നു? നമ്മുടെ ആപ്ലേറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വാല്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഈ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്നെങ്കിൽ സ്ലൈഡർ നിങ്ങൾക്ക് മൗസ് യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേഴ്സർ കീ, കേഴ്സേഴ്സിൽ ലെഫ്റ്റ് റൈറ്റ് ആരോ കീസ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വാല്യൂസ് ചേഞ്ച് ചെയ്യാം. ലെഫ്റ്റ് റൈറ്റ് കീബോർഡിലുള്ള ആരോ കീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് വേണ്ടത്, സപ്പോസ് യു വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2.5, ദറ്റ് ഈസ് 2.5 സ്ക്വയർ. 2.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ കഴ്സർ ഇങ്ങോട്ട് ആരോ ഇവൻ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ 2.5 സ്ക്വയർ എത്രയാണ്? 6.25. ബീൻ്റെ y കോർഡിനേറ്റ് നോക്കിയാലും B നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? A,f(a). സോ f(a) മീൻസ് f(a) സ്ക്വയർ, ദറ്റ് ഈസ് 2.5 സ്ക്വയർ 6.25. അപ്പോൾ Cയിലെ y കോർഡിനേറ്റ് നോക്കിയാലും 0,6.25. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഓൾജിബ്ര വ്യൂവിൽ ഇതിൻ്റെ y കോർഡിനേറ്റ് നോക്കിയാൽ ഈ നമുക്ക് വേണ്ട 2.5ൻ്റെ സ്ക്വയർ എന്താണ് നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് 4.8ൻ്റെ സ്ക്വയർ നോക്കണം. സോ യു ക്യാൻ മൂവ് ദ സ്ലൈഡ് ലൈക്ക് ദിസ്. സ്ലൈഡർ 4.8 എത്തുന്നവരെ അതങ്ങ് മൂവ് ചെയ്യുക. 4.8 സ്ക്വയർ ഈസ് 23.04. യു ക്യാൻ സീ ഹിയർ. ഇത് നമുക്കിവിടെ സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ മതി. 23.04 മീൻസ് കുറച്ചും കൂടി മുകളിലോട്ടായിരിക്കും. ഇതാ ഇവിടെ ഉണ്ടാവും 23.04. ദ പോയിന്റ് യു ക്യാൻ സീ ഹിയർ 23.04. അങ്ങനെ നമുക്ക് വാല്യൂസ് എല്ലാം നിങ്ങൾക്ക്
ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. സോ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രാഫ് ഡയറക്റ്റ്ലി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ ഇത് ഭയങ്കര ഈസി ആയിരിക്കും. സോ ഈ സ്ലൈഡർ അങ്ങോട്ട് ഇങ്ങോട്ട് മൗസ് യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിൽ ആരോ കീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാം. സോ ഇത് നെക്സ്റ്റ് നമുക്ക് ഇതാണ് ഈ അബൌട്ട് ദ ആപ്ലെറ്റ്. സോ വി ഹാവ് സേവ് ദിസ് using this find the values of 2.3 square minus 1.8 square and 0.9 square 2.9 square. So ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ 2.3 സ്ക്വയർ. സോ 2.3 മീൻസ് ജസ്റ്റ് മൂവ് ദ ആരോസ് 2.3ലേക്ക് മെല്ലെ ഇങ്ങനെ മൂവ് ചെയ്താണ്. 2.3 സ്ക്വയർ ഈസ് ഹൗ മച്ച്? 5.29. You can see the y coordinate of B or y coordinate of C. 5.29. 2.3ലേക്ക് A വാല്യൂ 2.3ലേക്ക് വെച്ച C വാല്യൂ it will be on 5.29. Next വേണ്ടത് -1.8. -1.8 means take the negative value -1.8. How much it is? 3.24. 3.24 you can see on the screen. 3.24. Next വേണ്ടത് 2.9 square. 2.9 square means 2.9 square is how much it is? 8.41. നിങ്ങൾക്ക് ബീൻ്റെ y കോർഡിനേറ്റോ സീൻ്റെ y കോർഡിനേറ്റോ നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ട 2.9 ഹോൾ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. സോ ദിസ് ഈസ് അബൌട്ട് ദിസ് ഫസ്റ്റ് ആക്ടിവിറ്റി, ആപ്ലെറ്റ് കൺസ്ട്രക്ഷൻ ഓഫ് എൻ ആപ്ലെറ്റ് യൂസിങ് ദ ഗിവൻ സ്റ്റെപ്സ്. നമുക്ക് പ്രൊസീജിയർ തരും, ആ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആപ്ലെറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഈ ഫയൽ സേവ് ഇറ്റ് ആസ് ആക്ടിവിറ്റി 1.1. ആക്ടിവിറ്റി 1.1 വിൽ സേവ് ദിസ് വൺ. ആക്ടിവിറ്റി 1.1 and save ചെയ്യാം. So this is activity 1.1. Next we are starting activity 1.2. Activity 1.2 same നമ്മൾ നേരത്തെ ചെയ്ത അതേ ആക്ടിവിറ്റി, ഫസ്റ്റ് ആക്ടിവിറ്റി യൂസ് ചെയ്തിട്ടാണ് ആക്ടിവിറ്റി 1.2 ചെയ്യുന്നത്. സോ നമ്മളിത് ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഓപ്പൺ ദ ഫയൽ ആക്ടിവിറ്റി 1.1 ആൻഡ് സേവ് ആസ് ആക്ടിവിറ്റി 1.2. നമ്മൾ ആക്ടിവിറ്റി 1.1 ഓപ്പൺ ചെയ്യുക. ദാറ്റ് വൺ യു സേവ് ഇറ്റ് ആസ് ഫയലിൽ പോയിട്ട് സേവ് ആസ് ആക്ടിവിറ്റി 1.2. ആക്ടിവിറ്റി 1.2 ആയിട്ട് സേവ് ചെയ്യുക. So activity 1.2, next step, create an input box for f and change the function using the input tool and create an input box for the slider. So നമുക്ക് ഈ കുറച്ച് ഫങ്ഷണൽ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ യൂസ് ചെയ്ത ഓൾറെഡി നമ്മൾ ഒരു ആപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്തു. ഈ കൺസ്ട്രക്ട് ചെയ്ത ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ് കൊടുത്തത്. ഈ ഫംഗ്ഷൻ മാറ്റിയിട്ട് നമുക്ക് വേറെ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. സോ അതിന് ആദ്യം ചെയ്യേണ്ടത് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഫംഗ്ഷനും സ്ലൈഡറിനും രണ്ടും ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ആണ്. സോ ഈ സ്ലൈഡർ ടൂൾ ഇവിടെ ഇൻപുട്ട് ബോക്സ്, നിങ്ങൾക്ക് ഇൻപുട്ട് ബോക്സ് ടൂൾ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്യാപ്ഷൻ എന്ന് വരും. നിങ്ങൾക്ക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്യാപ്ഷൻ ഫംഗ്ഷൻ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എഫ് കൊടുത്താലും മതി. ഫംഗ്ഷൻ ലിങ്ക് ടു നമുക്ക് വേണ്ടത് ഫംഗ്ഷൻ ആയതുകൊണ്ട് ലിങ്ക് ടു എഫ് ഓഫ് എക്സ് ഓക്കെ അടിക്കുക. സോ ദിസ് ഈസ് എ ഇൻപുട്ട് ബോക്സ് ഫോർ ദ ഫംഗ്ഷൻ എന്ന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ബോക്സ്. പിന്നെ നെക്സ്റ്റ് ഒരു ഇൻപുട്ട് ബോക്സ് കൂടി വേണം സ്ലൈഡറിന് വേണ്ടിയിട്ട്. സോ സ്ലൈഡർ യു ക്യാൻ ഗീവ്, ഓർ യു ക്യാൻ ജസ്റ്റ് ഗീവ് ദ സ്ലൈഡർ നെയിം ആസ് എ ആൻഡ് ലിങ്ക് ടു സ്ലൈഡർ ആയതുകൊണ്ട് ലിങ്ക് ടു നമ്മുടെ സ്ലൈഡർ എന്തായിരുന്നു? എ ആയിരുന്നല്ലോ. സോ എ ആയിട്ട് ലിങ്ക് ചെയ്യുക. സോ ദിസ് ഈസ് എ സ്ലൈഡർ ബോക്സ്, സ്ലൈഡറിൻ്റെ ഇൻപുട്ട് ബോക്സ്. നമ്മൾ ഈ ഇൻപുട്ട് ബോക്സിൽ വാല്യൂസ്, ഫംഗ്ഷൻ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പം നമുക്ക് കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കണം. ഏതാ ആദ്യത്തെ ഫംഗ്ഷൻ വാല്യൂ എന്തായിരുന്നു? നമുക്ക് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ചേഞ്ച് ദ ഫംഗ്ഷൻസ് അക്കോർഡിംഗ്ലി ആൻഡ് ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂസ് കറക്റ്റഡ് ടു 3 ഡെസിമൽ പ്ലേസസ്. സോ ഇവിടെ 3⁻⁴ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 3⁻⁴ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ എന്താ കൊടുക്കേണ്ടത്? x⁻⁴. അതിന് ഇൻപുട്ട് എന്താ കൊടുക്കേണ്ടത്? 3 കൊടുക്കണം. നമ്മുടെ ഫംഗ്ഷൻ ഈ 3⁻⁴ ഫംഗ്ഷൻ വരുന്നത് എന്താ? x⁻⁴. ദിറ്റ് ഈസ് 3⁻⁴ നമുക്കറിയാം, ഇത് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആണ്. സോ ക്യൂബ് റൂട്ട് ഓഫ് 3 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ഫംഗ്ഷൻ എന്താ? ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. വാല്യൂ എന്തായിരുന്നു? 3. സോ നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് നമ്മൾ ഈ ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് ഇൻപുട്ട് ബോക്സിൽ 3⁻⁴ അല്ലേ? അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട് x⁻⁴. എക്സ് റൈസ് ടു എന്ന് പറയുമ്പോൾ ക്യാപ്പ് 1/3. സോ 1/3 ഗിവ് ഇൻ ബ്രാക്കറ്റ് 1/3. സോ ഇത് x⁻⁴ ഫംഗ്ഷൻ.
നമുക്ക് വാല്യൂ എന്തായിരുന്നു വേണ്ടത് 3. അപ്പോൾ ഇത് സ്ലൈഡറിൽ കൊടുക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സ്ലൈഡറിൽ 3 സെറ്റ് ചെയ്യാം. പക്ഷേ ഈ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാനുള്ള ഇതുകൊണ്ട് നമുക്ക് സ്ലൈഡർ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് വാല്യൂ കൊടുക്കുക, നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. സോ അതിൻ്റെ വാല്യൂ 1.44 ആണ്. സോ 1.44 ദ ആസ്ക് us to round to 3 decimals. 3 decimals ആണെങ്കിൽ ഇവിടെ ഓപ്ഷൻസിൽ പോവുക, റൗണ്ടിങ് എത്ര ഡെസിമൽസ് വേണോ അത്ര ഡെസിമൽസ്, 3 decimals. അപ്പോൾ നമുക്കിവിടെ 3 decimals വന്നിട്ടുണ്ട്, 1.442. സോ 3 raised to 1/3ൻ്റെ വാല്യൂ എന്താ 1.442. ഇനി നമുക്ക് നെക്സ്റ്റ് വാല്യൂ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വാല്യൂ ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1.8. സ്ക്വയർ റൂട്ട് ഓഫ് 1.8 മീൻസ് നമ്മുടെ ഫംഗ്ഷൻ എന്താ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. നമ്മുടെ ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വാല്യൂ 1.8. സോ സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ ഫംഗ്ഷനിലേക്ക് ഇവിടെ നമുക്ക് ഫംഗ്ഷൻ മാറ്റിയാൽ മതി. SQRT, സ്ക്വയർ റൂട്ട് മീൻസ് SQRT ഓഫ് എക്സ്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. സ്ലൈഡറിൽ വാല്യൂ എത്ര എടുക്കേണ്ടത് 1.8. നമ്മളവിടെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഗ്രാഫ് മാറിയത് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോ സ്ക്വയർ റൂട്ട് ഓഫ് എക്സിൻ്റെ ഗ്രാഫാണിത്. സോ സ്ക്വയർ റൂട്ട് ഓഫ് എക്സിൽ 1.8ൻ്റെ വാല്യൂ 1.8 വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 1.8 ഈസ് 1.342. നിങ്ങൾക്ക് ഗ്രാഫിൽ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആൾജിബ്ര വ്യൂവിൽ ബീൻ്റെ സീൻ്റെ വൈ കോർഡിനേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ ഡയറക്റ്റ് കാണാം 1.342. സോ ദാറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 1.8. അടുത്ത വാല്യൂ നോക്കാം. അടുത്ത വാല്യൂ ഏതാണ്? 2 raised to 2/3. 2 raised to 2/3 means what is the function, what is the value we have to give? Square function എന്താ കൊടുക്കേണ്ടത്? 2 raised to 2/3 means x raised to 2/3. x raised to എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് 6 ക്യാപ്പ് വരും. x raised to 2/3. 2/3 ബ്രാക്കറ്റിലാണ് കൊടുക്കേണ്ടത്. 2/3 x raised to 2/3. give enter there, ഗ്രാഫ് വിൽ ചേഞ്ച്. ഇതാണ് x raised to 2/3 ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഫംഗ്ഷനാണിത്. സോ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിൽ നമുക്ക് ഏതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 raised to 2/3. അപ്പോൾ 2 raised to 2/3 എന്ന് പറയുന്നത് സ്ലൈഡറിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? വാല്യൂ ആസ് 2. സോ 2 raised to 2/3 ഇസ് വാല്യൂ ഈസ് 1.587. 1.587 is the value of 2 raised to 2/3. സോ ഇത് ബീൻ്റെ സീൻ്റെ വൈ കോർഡിനേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി അടുത്ത വാല്യൂ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 5. സോ സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് പറയുന്നത് നമുക്ക് ഫംഗ്ഷൻ നമുക്ക് എന്താ കൊടുക്കുക? SQRT ഓഫ് എക്സ് കൊടുക്കാം. നമ്മൾ ഔട്ടർ ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ് SQRT ഓഫ് എക്സ്. അതിൻ്റെ വാല്യൂ എന്താ? √5. √5 നമുക്ക് സ്ലൈഡറിൽ ഡയറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇൻപുട്ട് ബോക്സിൽ SQRT ഓഫ് 5 എന്ന് കൊടുക്കാം. SQRT ഓഫ് 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ അവിടെ നമുക്ക് കാണാം 2.236. അതിൻ്റെ സ്ക്വയർ റൂട്ട് വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 2.236 ഈസ് 1.495. We can see the y coordinate of B. 1.495 is the square root of 2.236. അതാണ് നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് 5. ഇനി നെക്സ്റ്റ് വാല്യൂ എന്തായിരുന്നു? 3.46 raised to -3/2. സോ നമ്മളപ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താ കൊടുക്കേണ്ടത്? 3.46 whole raised to -3/2 means you have to give the function value as a x raised to -3/2. x cap ബ്രാക്കറ്റിൽ -3/2. ഇതിൻ്റെ വാല്യൂ we have to give as a 3.46. സോ നമുക്ക് എന്താ വേണ്ടത്? വാല്യൂ എന്തായിരുന്നു? 0.155. 0.155 is the value of the x raised to -3/2. That is 3.46 whole raised to -3/2ൻ്റെ വാല്യൂ 0.155. ഇതിൻ്റെ വൈ കോർഡിനേറ്റ് നോക്കിയാൽ മതി. ഓരോ തവണ നമ്മളിവിടെ ഫംഗ്ഷൻ്റെ ഇൻപുട്ട് ബോക്സിൽ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫ് ചേഞ്ച് ചെയ്യാവുന്നത് നമുക്ക് കാണാം. സോ using this applet we can find the functional values of any function and its value using this applet. ഇനി ഇതിൽ ചോദിക്കുന്നത് change the function f of x is equal to 1/x and observe how the point C moves as the point A approaches the origin from either side. നമ്മൾ ഇവിടുത്തെ ഫംഗ്ഷൻ നമുക്ക് ചേഞ്ച് ആസ് 1/x. ഇവിടുത്തെ ഫംഗ്ഷൻ നമുക്ക് 1/x ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ 1/x കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. 1/x സ്ലൈഡർ വാല്യൂ അവരെന്താ പറഞ്ഞത്? സ്ലൈഡർ യു മൂവ് ഇറ്റ് ടു ദ 0 when the function f of x is equal to 1/x. how the point C moves as the point A approaches origin from either side.
ഈ പോയിന്റ് എ സീറോയിലേക്ക് നമ്മൾ ഈ പോസിറ്റീവ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് സീറോയിലേക്ക് വരുമ്പോൾ സി വാല്യൂ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കണം. നിങ്ങൾ നോക്കിയാൽ സി വാല്യൂ സീറോയിലേക്ക്, എ വാല്യൂ സീറോയിലേക്ക് റീച്ച് ആകുമ്പോൾ സി വാല്യൂ വിൽ ബി വേർ ഇറ്റ് ഈസ് റീച്ചിങ് സി, ഇറ്റ് ഈസ് ഗോയിങ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. നിങ്ങൾക്കൊന്നും കൂടി നോക്കാം. ഈ എ വാല്യൂ ലെഫ്റ്റ് നിന്ന്, ദറ്റ് ഈസ് 5 നിന്ന് സീറോയിലേക്ക് നമുക്കിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സി വാല്യൂ ക്യാൻ സി ഹിയർ, സി വാല്യൂ, സി എങ്ങോട്ടാണ് മൂവ് ആവുന്നതെന്ന് നോക്കണേ. സി വാല്യൂ വിൽ ബി മൂവിങ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി, മുകളിലോട്ടാണ് പോയത്. നമുക്ക് ഇവിടെ നിന്ന് കാണും പോലില്ല. സോ പോസിറ്റീവ് ഇൻഫിനിറ്റി. അതേപോലെ -5 നിന്ന് നമ്മൾ ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ -5, ഇഫ് യു ആർ സീയിങ് -5, സി വാല്യൂ ക്യാൻ സി ഹിയർ, സി ഈസ് ഹിയർ ഇറ്റ് സെൽഫ്. പക്ഷേ ഇത് നമ്മൾ സീറോയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുക. താഴോട്ട് പോകുന്നുണ്ട്, നെഗറ്റീവ് y ആക്സിസിലേക്കാണ് പോകുന്നത്. സോ വെൻ ഇറ്റ് ഈസ് അപ്രോച്ചിങ് സീറോ, വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഈസ് റീച്ചിങ് എ നെഗറ്റീവ് ഇൻഫിനിറ്റി. നിങ്ങൾക്കൊന്നും കൂടി നോക്കാം. അതാ സി താഴോട്ടാണ് പോകുന്നത്, ഇറ്റ് ഈസ് റീച്ചിങ് ദ നെഗറ്റീവ് ഇൻഫിനിറ്റി. അതേ റൈറ്റ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ദറ്റ് ഈസ് പോസിറ്റീവ് വാല്യൂ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ സി വിൽ ബി ഗോയിങ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി, ദറ്റ് ഈസ് പോസിറ്റീവ് y ആക്സിസിലേക്കാണ്, ഇൻഫിനിറ്റ് വാല്യൂയിലേക്കാണ് അത് പോകുന്നത്. അതേ നെഗറ്റീവ് സൈഡിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗോയിങ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റ്. സോ ദിസ് ഈസ് ഹിയർ ആക്ടിവിറ്റി 1.2. സോ വിൽ ഡു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 1.3. ഇതൊരു ഫംഗ്ഷൻ മെഷീനാണ്. ഫംഗ്ഷൻ മെഷീൻ മീൻസ് യു വിൽ ബി ഹാവിങ് എ ആപ്ലെറ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ആപ്ലെറ്റ് റെഡി ആയ ഒരു ആപ്ലെറ്റ് ഉണ്ടാവും. നിങ്ങൾക്കത് നിങ്ങളുടെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തതാണ്. ആ ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫങ്ഷണൽ വാല്യൂസ് കണ്ടുപിടിക്കാം. സോ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഫങ്ഷണൽ വാല്യൂസ്. സോ അതിൻ്റെ ഒരു ആപ്ലെറ്റ്. സോ ദിസ് ഇസ് ആപ്ലെറ്റ്. ഇത് ഓൾറെഡി ഡിസൈൻ ചെയ്ത ഒരു ആപ്ലെറ്റ് ആണ്. ആ ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫങ്ഷണൽ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ നിങ്ങൾക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് വാല്യൂ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ആപ്ലെറ്റ്, അബൌട്ട് ദ ആപ്ലെറ്റ്സ്, ദിസ് ഇസ് യു ക്യാൻ സീ ദ വാല്യൂസ്. ഇതിൽ ഫംഗ്ഷൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ആപ്ലെറ്റിൽ ഫംഗ്ഷന് ഒരു ഇൻപുട്ട് ബോക്സും വാല്യൂസിന് ഒരു ഇൻപുട്ട് ബോക്സും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സും വാല്യൂവിന് ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്. നമുക്കിതിൽ ഇതൊക്കെ എൻ്റർ ചെയ്യാനുള്ളതാണ്. സോ നമുക്ക് ഫസ്റ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏത് വാല്യൂ ആണ്? യു ക്യാൻ സീ ഹിയർ ഫസ്റ്റ് വാല്യൂ വി ഹാവ് ടു ഫൈൻഡ് ആസ് എ square root of 2. Change the function f of x is equal to root x and find the values of the following: root 1.8, square root of 2/3. So function change it as a SQRT of x. So SQRT of x, നമുക്ക് ഇവിടെ നമുക്ക് function SQRT of x. Input, first value we have to find is the square root of 2. Square root of 2 means input എന്താ കൊടുക്കേണ്ടത്? Give it as a 2. Input, നമുക്കിവിടെ ആ വാല്യൂ ഇവിടെ വരുന്നത് നമുക്ക് കാണാം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ബോൾ മെഷീനിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആൻസർ പുറത്തേക്ക് ഈ സൈഡ് കൂടി നിങ്ങൾക്ക് ഔട്ട്പുട്ടിലേക്ക് വരും. സോ യു ക്യാൻ സീ ഹിയർ വാല്യൂ ഈസ് 1.41. ഇത് നിങ്ങൾക്ക് 4 ഡെസിമൽസ് നോക്കണമെങ്കിൽ ഓപ്ഷൻസിൽ റൗണ്ടിങ്ങിൽ പോയിട്ട് you can take decimals as 3 decimals or 4 decimals you can see, and just you click it again on that, you can see the functional value. Square root of 2 is you know what is the square root of 2? 1.414. 1.4142, that is the functional value of square root of 2. So next നമുക്ക് root 1.8 വേണം. So function same, square root of x. ഇവിടെ ഇൻപുട്ട് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇൻപുട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 1.8. So ഇവിടെ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യാം. യു ക്യാൻ സീ എ ബോൾ ഹിയർ, ക്ലിക്ക് ഓൺ ദ ബോൾ. So 1.8, you will be getting the answer, square root of 1.8. You can see here 1.3416. അതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 1.8. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് 2/3. അപ്പോൾ ഇൻപുട്ട് വാല്യൂ ഇവിടെ 1.8 പകരം എന്താ ചെയ്യേണ്ടത്? 2/3 എൻ്റർ ചെയ്യുക. സോ ക്ലിക്ക് ഓൺ ദ റെഡ് ബോൾ ഹിയർ. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 2/3. 0.8165, that is the value, 0.8165. So they are asking here again one question. Change the function to f of x. What happens if you give negative number as the input? ഇതിൽ നെഗറ്റീവ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ, സപ്പോസ് യു ആർ ഗിവിങ് എ ഇൻപുട്ട് ആസ് എ നെഗറ്റീവ് നമ്പർ, നമുക്ക് -2 കൊടുക്കാം. നെഗറ്റീവ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ see what happens if you are giving -2.
നമുക്കിവിടെ ഒരു റെഡ് ലൈറ്റ്, നമുക്കിവിടെ വാർണിംഗ് ലൈറ്റ് പോലെ ഇവിടെ ഒരു റെഡ് ലൈറ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ വാല്യൂ ക്വസ്റ്റ്യൻ മാർക്കാണ് വരുന്നത്. ദാറ്റ് മീൻസ് വി നോ സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ വെൻ വി ഗിവ് ദ നെഗറ്റീവ് നമ്പേഴ്സ് ദ വാർണിംഗ് ലൈറ്റ് ടേൺസ് റെഡ്. ഇവിടുത്തെ ലൈറ്റ് റെഡ് ആയിട്ട് ടേൺ ആവും. സോ ആൻഡ് ഇറ്റ് മീൻസ് ദാറ്റ് ദ വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് ഫോർ ദ negative functions, that is square root of negative functions does not exist. So next question, change the function f of x is equal to 1 by x. So 1 by x aanengi find the value of 2 by 3, f of minus 3 by 7 and root of 2 by 3. So that we will check this one. F of x is equal to 1 by x. So function will square root of x മാറ്റിയിട്ട് 1 by x ആക്കുക. 1 by x ആക്കുമ്പോൾ സോ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇൻപുട്ട് എന്താ കൊടുക്കേണ്ടത്? ആദ്യത്തെ ഇൻപുട്ട് എന്തായിരുന്നു? 2 by 3. സോ വിൽ ഗീവ് ഇൻപുട്ട് ആസ് 2 by 3. വി നോ വാട്ട് ഈസ് 1 by 2 by 3 എന്തായിരിക്കും? സോ 1 by 2 by 3 ഈസ് റിവേഴ്സ് റെസിപ്രോക്കൽ ഈസ് 3 by 2. സോ നമുക്ക് എന്താ വരിക? നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ വാല്യൂ 3 by 2 is 1.5. So 1.5 is the answer. So next, if you change the input value 3 by 2 കഴിഞ്ഞിട്ട് next നമ്മൾ കൊടുക്കേണ്ടത് എന്തായിരുന്നു? minus 3 by 7. 1 by minus 3 by 7, change the input value minus 3 by 7. So you'll get the value, functional value 1 by minus 3 by 7. 1 by minus 3 by 7 ൻ്റെ വാല്യൂ എത്രയായിരുന്നു? minus 2.3333. So that is the value of 1 by minus 3 by 7. So one more value is there, square root of 2 by 3. Square root of 2 by 3 means ഇവിടുത്തെ ഇൻപുട്ട് വാല്യൂ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. SQRT of 2 by 3. Square root of 2 by 3, the functional value will be 1.2247. That is the functional value of square root of 2 by 3. 1 by square root of 2 by 3 value is 1.2247. So we have one more question. What happens if the input is 0? 1 by 0. Input 1 by 0 aaning. That is, if you are giving input as 0, what happens? So give input as 0 and see here 1 by 0, we know what is the function 1 by 0, it is not defined. So so that again the light turns, warning light turns red and you will be getting infinite. So 1 by 0 is not defined, which is an infinite value. So using this machine applet, we can find the values of the functional values of any given function for any given value. So hope നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആപ്ലെറ്റ് ആക്ടിവിറ്റി 1.3. വെൽക്കം ടു സെക്കൻഡ് ലാബ്, ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. സോ ഈ ലാബിൽ നമ്മൾ ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു ദ സം സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ ദ ഡെഫിനിഷൻ. എന്നുവെച്ചാൽ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷന് നമ്മൾ ചെറിയൊരു ചേഞ്ചസ് ലൈക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എ, എഫ് ഓഫ് എക്സ് പ്ലസ് എ മൈനസ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് മൈനസ് എക്സ് എന്നുവെച്ചാൽ ബൈ ട്രാൻസ്ലേഷൻ ഓർ റിഫ്ലക്ഷൻ നമ്മൾ എന്തെങ്കിലും ഒരു സ്ലൈറ്റ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഡൊമൈൻ റേഞ്ചിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്കിത് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇതിൽ 4 ആക്ടിവിറ്റി ഉണ്ട്. ഒന്ന് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. സോ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എ, ദറ്റ് ഈസ് നമ്മൾ ഒരു ഫംഗ്ഷൻ വാല്യൂന് ഒരു എ വാല്യൂം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ 1 സ്ക്വയർ ഈസ് 1. അതിന് നമ്മളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആഡ് ചെയ്യുകയാണെങ്കിൽ 1 + 2 എന്തായിരിക്കും? 3 ആയിരിക്കും. ഇപ്പോൾ 2 സ്ക്വയർ ആണെങ്കിൽ 2 ആണെങ്കിൽ 2 സ്ക്വയർ പ്ലസ് 2, 2 സ്ക്വയർ പ്ലസ് 2, 4 + 2 6. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ഒരു 2 യൂണിറ്റ്സ് എക്സ്ട്രാ വരും. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ഗ്രാഫിൽ കാണാൻ പറ്റും, അതിൻ്റെ ആ പുതിയ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിൽ ആദ്യത്തെ ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്ക് ആദ്യം ഒരു ജിയോജീബ്ര വിൻഡോ ഓപ്പൺ ചെയ്യാം. സോ ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിന് ഇൻപുട്ടിൽ നമുക്ക് എക്സ് സ്ക്വയർ, എക്സ്
ഷിഫ്റ്റ് ക്യാപ്പ് 6 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപ്പ് സ്ക്വയർ എൻ്റർ അടിക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇയർ നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. സോ ഇൻക്രിമെൻറ്റ് 0.1 കൊടുക്കുക. എഫ് ഓഫ് ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ലൈഡർ എ -5 to 5 ഇൻക്രിമെൻറ്റ് നമുക്ക് ഈ -5 to 5 മിനിമം മാക്സിമം വാല്യൂ നമുക്ക് വേണമെങ്കിൽ -10 to 10 or 0 to 100 എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ കുറച്ച് നെഗറ്റീവ് വാല്യൂസും 0 പോസിറ്റീവ് വാല്യൂസും നോക്കാൻ വേണ്ടിയിട്ട് -5 to 5 ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. സോ ഫംഗ്ഷൻ ഇൻക്രിമെൻറ്റ് വി ക്യാൻ ഗിവ് 0.1 സോ ദാറ്റ് വി ക്യാൻ സീ സ്ലൈറ്റ് ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻറ്റീജർ വാല്യൂസ് എടുക്കുമ്പോൾ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് വാല്യൂസിൻ്റെ ഉള്ള ചേഞ്ചസ് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഇൻക്രിമെൻറ്റ് ചെറിയൊരു ഇൻക്രിമെൻറ്റ് എടുക്കുന്നത് 0.1. നെക്സ്റ്റ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ. എഫ് ഓഫ് എക്സ് പ്ലസ് എ അത് ഇൻപുട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എഫ് പ്ലസ് എ എന്ന് കൊടുത്താലും നിങ്ങൾക്ക് എഫ് വിൽ ഗെറ്റ് ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ സിസ്റ്റം തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ ജി ആയിട്ട് എടുക്കും. ആദ്യത്തെ ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ രണ്ടാമത്തേത് ജി ഓഫ് എക്സ് ആയിട്ട് എടുക്കും. സോ നമുക്ക് വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ പേര് മാറ്റണമെങ്കിൽ ആ പേര് കൊടുത്തിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. സോ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്കിതൊന്ന് നോക്കിയേ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ ദ പരാബോല ഷേപ്പ് അത് നമുക്ക് അറിയാം. എക്സ് സ്ക്വയർ പ്ലസ് 1 ആയാലും പരാബോല ഷേപ്പ് തന്നെ. പക്ഷേ ഇത് ഒരു 1 യൂണിറ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗ്രാഫ് യു ക്യാൻ സി ദ റെഡ് ഗ്രാഫ് ഇസ് ദ സെക്കൻഡ് ഓൺ ജി ഓഫ് എക്സ്. സോ ഗ്രാഫ് എങ്ങനെ ഷിഫ്റ്റായി? 1 യൂണിറ്റ് അപ്വേർഡ്സ് ഇത് ഷിഫ്റ്റായി എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഈ നിങ്ങൾ ഈ കർസർ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ദറ്റ് ഈസ് എ സ്ലൈഡർ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ യു ക്യാൻ സി സ്ലൈഡർ ഒന്ന് ചേഞ്ച് ചെയ്യുക. സോ വെൻ യു ആർ ചേഞ്ചിങ് ദ സ്ലൈഡർ, സോ നമ്മൾ എത്ര പോയിൻറ്റ്സ് നമ്മൾ എ വാല്യൂ എവിടെയാണോ അതിനനുസരിച്ച് ഇത് ഈ ഒരു രണ്ടാമത്തെ ഗ്രാഫ് ജി ഗ്രാഫ് മുകളിലോട്ട് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മൾ നെഗറ്റീവ് വാല്യൂയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഷിഫ്റ്റ് ഡൗൺവേർഡ്സ്. ദ ഗ്രാഫ് വിൽ ബി ഷിഫ്റ്റിങ് ഡൗൺവേർഡ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? പിന്നെ ഇതിൽ നമ്മൾ ഡൊമൈനൊക്കെ നമുക്കിപ്പോൾ ഐ കീപ്പ് ഇറ്റ് എ ആസ് 1. നമുക്കിപ്പോൾ ഡൊമൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രീൻ ഗ്രാഫ് ക്യാൻ സി എക്സ് സ്ക്വയറിൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? all real numbers. So real numbers, it takes all real numbers here. So domain is R. രണ്ടാമത്തെ റെഡ് ഗ്രാഫിനും ഡൊമൈൻ ഈസ് ഓൾസോ ആർ. പക്ഷേ നമുക്ക് റേഞ്ച് വരുമ്പോഴേക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. റേഞ്ച് എഫ് ഓഫ് എക്സ് ഈക്വൾ എക്സ് സ്ക്വയറിൻ്റെ റേഞ്ച് എന്തായിരിക്കും? സ്റ്റാർട്ടിങ് നമുക്ക് ഈ വൈ ആക്സിസിൻ്റെ വാല്യൂസ് നോക്കിയാൽ മതി. നമുക്ക് നെഗറ്റീവ് സൈഡ് വാല്യൂസ് ഒന്നുമില്ല. വി ആർ ഓൺലി ഓൺ ദ പോസിറ്റീവ് സൈഡ്. അപ്പോൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെഗറ്റീവ് വൈ ആക്സിസിൽ 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 0 to ഇൻഫിനിറ്റ്. അതാണ് നമ്മുടെ റേഞ്ച്. അതേ ഈ രണ്ടാമത്തെ റെഡ് ഫംഗ്ഷൻ്റെ റേഞ്ച് എവിടെയാണ്? 0ൻ്റെ അടുത്ത് വാല്യൂസ് ഒന്നുമില്ല. ഇറ്റ് സ്റ്റാർട്ടിങ് ഫ്രം 1 ഹിയർ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ റേഞ്ച് എന്തായിരിക്കും? ക്ലോസ്ഡ് ഇൻ്റർവൽ 1, ഇൻഫിനിറ്റ്. ഇത് ഗ്രീനിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ റേഞ്ച് വന്നിട്ട് നിങ്ങൾക്ക് 0 ക്ലോസ്ഡ് ഇൻ്റർവൽ 0, ഇൻഫിനിറ്റ്. എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ റേഞ്ച് വന്നിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ 1, ഇൻഫിനിറ്റ്. സോ ദിസ് ഈസ് ഹിയർ ഗ്രാഫ്. ഒബ്സർവ് ഹൗ ദ ഗ്രാഫ് ജി ഓഫ് എക്സ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു എ. അത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ എഡിറ്റിംഗ് ദ ഫംഗ്ഷൻ ആൻഡ് എഡിറ്റിംഗ് ഫംഗ്ഷൻ ആൻഡ് സ്ലൈഡർ എ. സോ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ നമുക്കിത് എക്സ് സ്ക്വയറും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മോഡ് എക്സ്, സീൽ എക്സ്, എക്സ് ക്യൂബിനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് യൂസിങ് ദ ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മളിവിടെ ഒരു ഇൻപുട്ട് ബോക്സ് എടുക്കുക. ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സ് function input box ആണെങ്കിൽ ലിങ്ക് ടു എഫ്. ഓക്കെ, സോ ഹിയർ ഇഫ് യു ചേഞ്ച് ദ ഫംഗ്ഷൻ ഹിയർ എക്സ് സ്ക്വയറിന് പകരം നമ്മളിപ്പോൾ മോഡ് എക്സ് കൊടുക്കുകയാണെങ്കിൽ സോ വാട്ട് വിൽ ഗെറ്റ്? മോഡ് എക്സ് എങ്ങനെ എൻ്റർ ചെയ്യേണ്ടത്? ABS ഓഫ് എക്സ്. നമുക്ക് ഡയറക്റ്റ്ലി മോഡുലസിൻ്റെ ഡെഫിനേഷന് കീബോർഡില്ല, സോ സിമ്പിൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ ABS ഓഫ് എക്സ് എന്ന് കൊടുക്കുക. സോ നമ്മുടെ ഇവിടെ ഫംഗ്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്, കണ്ടോ? ആബ്സലൂട്ട് ഫംഗ്ഷൻ ഓഫ് എക്സ്. സോ വൺ ഈസ് ആബ്സലൂട്ട് മോഡുലസ് ഓഫ് എക്സ്, മറ്റേത് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1. അപ്പോൾ ഇതും അങ്ങനെ തന്നെ നമ്മൾ ഈ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് ഡൗൺവേർഡ്സ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ടുവേർഡ്സ് നെഗറ്റീവ് സൈഡ് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഷിഫ്റ്റ്സ് അപ്വേർഡ്സ്. സോ ഗ്രാഫ് എങ്ങനെ ഷിഫ്റ്റ് ആവുമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ഈ ഒരു ഇൻപുട്ട് ബോക്സും കൂടി ക്രിയേറ്റ് ചെയ്യുക. സ്ലൈഡർ വാല്യൂ എ വാല്യൂന്ന്. സോ ഇറ്റ് ഈസ് ഫോർ എ സ്ലൈഡർ ലിങ്ക് ടു സ്ലൈഡർ. നമ്മുടെ സ്ലൈഡറിൻ്റെ പേരെന്തായിരുന്നു? എ. സോ ലിങ്ക് ടു എ.
നീക്കി ഇവിടെ വയ്ക്കുക. ഇതിൻ്റെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാം. ബേസിക് ഇതിൻ്റെ ടെക്സ്റ്റ് കളർ റെഡ് ആക്കാം. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ സൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മീഡിയം ആക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, text color you can take it as okay, dark blue will take, and text color you can take it as medium. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നെക്സ്റ്റ് ഡു ദ എബോവ് ഒബ്സർവേഷൻസ് ഫോർ ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് mod x, x cube, seal x. സോ നമുക്ക് എക്സ് ക്യൂബ് കൂടെ ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. ബാക്കി നിങ്ങൾക്ക് എക്സാമിന് ഏത് ഫംഗ്ഷൻ വേണമെങ്കിൽ ചോദിക്കാം. എക്സ് സ്ക്വയറോ മോഡ് എക്സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ എക്സ് ക്യൂബോ സീൽ എക്സ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സോ ഐം ജസ്റ്റ് ഗിവിങ് ഹിയർ എക്സ് ക്യൂബ്. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. സോ എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് നിങ്ങൾ ഈ സ്ലൈഡർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് you can see the red one is the x, what is the a value, ഏത് a വാല്യൂവിൻ്റെ അടുത്തത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ whether it is moving upwards or downwards you can see how the graph is moving here. സോ നമ്മൾ a വാല്യൂ എത്ര വാല്യൂ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് അത്ര യൂണിറ്റ്സ് ഇറ്റ് വിൽ മൂവ് upwards or downwards of the original graph. നമ്മളെപ്പോഴും ഈ വേർട്ടിക്കൽ ഷിഫ്റ്റ് വരുമ്പോൾ ഡൊമൈനിന് വല്ല ചേഞ്ച് വരില്ല, പക്ഷേ റേഞ്ചിന് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. സോ ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ എക്സ് സ്ക്വയർ ഒക്കെ നമ്മൾ ഫംഗ്ഷൻ നോക്കിയപ്പോൾ കെൻ സി ഡൊമൈനിന് വ്യത്യാസമൊന്നുമില്ല. ഡൊമൈൻ വിൽ ബി സെയിം ഇറ്റ് സെൽഫ്. ബട്ട് റേഞ്ച് വരുമ്പോൾ ഇവിടെ 3 യൂണിറ്റ്സ് 3 to ഇൻഫിനിറ്റ് ആണ്. സോ നമ്മൾ ഇതാകുമ്പോൾ 2, ഇൻഫിനിറ്റ്. സോ ഇതിൻ്റെ റേഞ്ചിന് there will be a change when it is vertical shift. It is shifting vertically upwards and downwards. So when the shift is vertically upwards and downwards, there will be change in the range but not the domain of the new function. So this is activity 2.1. This file save it as activity 2.1. നിങ്ങൾക്ക് അടുത്തത് നെക്സ്റ്റ് വരുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. ഷിഫ്റ്റിംഗ് ഓഫ് ദ ഗ്രാഫ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരെണ്ണം കൂടി ഇതിൽ നിങ്ങൾക്ക് ഈ സ്ലൈഡർ വേണമെങ്കിൽ ആനിമേറ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ആനിമേഷൻ യു ക്യാൻ ഓൺ ദ ആനിമേഷൻ സോ ദാറ്റ് യു നോ നീഡ് ടു മൂവ് ദ സ്ലൈഡർ മൂവ് ചെയ്യാതെ ഈ സ്ലൈഡർ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ മൂവ് ആവുന്നത് അപ്വേർഡ്സ് ഡൗൺവേർഡ്സ് മൂവ് ആവുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങനെ കാണാം. സോ നമുക്കിനി പുതിയത് ഓപ്പൺ ചെയ്യാം. ആക്ടിവിറ്റി 2.2. സോ ആക്ടിവിറ്റി 2.2 വരുന്നത് എന്താ? ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. നേരത്തെ ചെയ്തത് എഫ് ഓഫ് എക്സ് പ്ലസ് എ, ഇത് എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് വെച്ചാൽ നമ്മൾ വേരിയബിളിന് തന്നെ ആദ്യം എ ആഡ് ചെയ്തിട്ടാണ് ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ സെയിം നേരത്തെ ചെയ്ത അതേപോലെ ആദ്യം ഫംഗ്ഷന് നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ and next create a number slider with increment 0.1. ഇതിപ്പോൾ ഇതൊക്കെ നമുക്ക് പറയുന്നതാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സ്ലൈഡർ ക്ലിക്ക് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ഗീവ് ഇറ്റ് ആസ് 0.1. സോ ദേ വിൽ നമുക്കത് ക്ലിയർ ആയിട്ട് സ്റ്റെപ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര ഇൻക്രിമെൻറ്റ് കൊടുക്കേണ്ടതെന്നൊക്കെ. അതിനനുസരിച്ച് നമുക്ക് സ്ലൈഡറൊക്കെ ക്രിയേറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് എന്തായിരുന്നു? ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. സോ ഇൻപുട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? എഫ് ഓഫ് എക്സ് പ്ലസ് എ. എഫ് ഓഫ് ഇൻപുട്ട് ഇവിടെ പുതിയ ഗ്രാഫാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ വാല്യൂന് എ ആഡ് ചെയ്തിട്ട് ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുക. എഫ് ഓഫ് എക്സ് പ്ലസ് എ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ്. സോ ഇതിപ്പോൾ ഇതെങ്ങനെ വന്നെന്ന് നോക്കി. നമ്മൾ A1 അടുത്ത് വെച്ചപ്പോൾ ഈ ഫംഗ്ഷൻ എത്ര യൂണിറ്റ്സ് ഇത് മൂവ് ആയിട്ടുണ്ട്? -1 യൂണിറ്റ്സ്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലേക്ക് 1 യൂണിറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ദാറ്റ് ഈസ് വെൻ യു ആർ മൂവിങ് ഇറ്റ് ആസ് ടു ദ 2ലേക്ക് വെച്ച് നോക്കുക. 2ലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ആ ന്യൂ ഗ്രാഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എൻ്റെ ഗ്രാഫ് നമുക്ക് വി കെൻ സി ഇറ്റ് ഈസ് മൂവിങ് ഹൗ മെനി യൂണിറ്റ്സ്? നമ്മൾ 2.8 എടുത്ത് വെച്ചപ്പോൾ 2.8 യൂണിറ്റ്സ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതേ നിങ്ങൾ നെഗറ്റീവ് വാല്യൂസിലേക്ക് പോകുമ്പോൾ ദ ഗ്രാഫ് വിൽ ബി മൂവിങ് റൈറ്റ് വേർഡ്സ്. സോ ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഷിഫ്റ്റ് വരുന്നത് എങ്ങനെയാണ്? നമുക്ക് റേഞ്ചിൽ വലിയ വ്യത്യാസമില്ല. കണ്ടോ? റേഞ്ചിൽ നമുക്ക് വ്യത്യാസമില്ല, ഡൊമൈനിലാണ് വ്യത്യാസം വരുന്നത് അല്ലേ?
ഡൊമൈനിലാണ് ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോറിസോണ്ടൽ ഷിഫ്റ്റ് വരുമ്പോൾ ദർ വിൽ ബി ചേഞ്ച് ഇൻ ദ ഡൊമൈൻ ബട്ട് നോട്ട് ഇൻ ദ റേഞ്ച്. Is it clear? So domain will be change will be there, but this kind of shift we call it as a horizontal shift. And that's a left leg or right leg or move on. You can see it here. So this is the input box and create the functions change. So this is the increment. Observe the graph of g of x according to the a. Create input box for f and slider a. In that baki functions നമുക്കിത് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക ഫോർ സ്ലൈഡർ ആൻഡ് ദ ഫംഗ്ഷൻ. ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സ് ആൻഡ് ലിങ്ക് ടു എഫ്. ഓക്കെ, ആൻഡ് വൺ മോർ ഇൻപുട്ട് ബോക്സ് ഫോർ സ്ലൈഡർ. അതിപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡർ എന്ന് എഴുതേണ്ടതെന്ന് വെച്ചാൽ എ എന്ന് വയ്ക്കുക, ലിങ്ക് ടു എ. സോ ഇവിടുത്തെ ഫംഗ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ആബ്സല്യൂട്ട് ഓഫ് എക്സ് എടുക്കാം, എ ബി എസ് ഓഫ് എക്സ്. നിങ്ങൾക്ക് ഗ്രാഫ് അവിടെ ചേഞ്ച് ആവുന്നത് കാണാം. അതും അങ്ങനെ ആബ്സല്യൂട്ട് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയാലും യു ക്യാൻ സി ദിസ് ഗ്രാഫ് ഈസ് മൂവിങ് ഹിയർ, ഹൗ ഇറ്റ് ഈസ് മൂവിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ ഇത് ഹോറിസോണ്ടൽ ഷിഫ്റ്റാണ് വരുന്നത്. ഹോറിസോണ്ടൽ ഷിഫ്റ്റ് വരുമ്പോൾ, വെർട്ടിക്കൽ ഷിഫ്റ്റ് വരുമ്പോൾ അപ്വേർഡ്സ് ഡൗൺവേർഡ്സ് ആയിരിക്കും. ഹോറിസോണ്ടൽ ഷിഫ്റ്റ് വരുമ്പോൾ ദറ്റ് ഈസ് it is moving right or left. ഇതിപ്പോൾ നമുക്ക് സ്ലൈഡർ ചേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഫംഗ്ഷൻ ഏതാ റെഡ് കളർ, ഇതിൻ്റെ ആനിമേഷൻ ഓൺ ചെയ്യാം. യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇതിലത്തെ ആനിമേഷൻ ഓൺ ചെയ്തിട്ട് ഓക്കെ ജി ഫംഗ്ഷൻ്റെ ട്രേസ് ഓൺ ചെയ്യുകയാണെങ്കിൽ you can see now on the animation you can see the movement here, how it is moving. So ingane ningalku function move avunathu enganeyanu idinte trace okke ningalku nokam. So horizontally it is moving leftwards and rightwards according to the value of a. So this is a horizontal shift. നിങ്ങൾക്ക് ആനിമേഷൻ ഓൺ ഓഫ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേസ് റിമൂവ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് യു ക്യാൻ undo it. So this is your activity 1.2. So this file, save it as activity 1.2.2. So അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. 2.3 റിഫ്ലക്ഷൻ ഓഫ് എ ഗ്രാഫ്. റിഫ്ലക്ഷൻ മീൻസ് ഇതിൻ്റെ നേരെ തിരിച്ചുള്ള ഒരു ഇമേജ് നമുക്ക് കാണാം. സോ ഇതിന് നമുക്ക് ആദ്യം റിഫ്ലക്ഷൻ ഓഫ് ദ ഗ്രാഫ് മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന് മൈനസ് എഫ് ഓഫ് എക്സ് അതിൻ്റെ റിഫ്ലക്ഷൻ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. സോ വിൽ ടേക്ക് എ ന്യൂ ജിയോജിബ്ര വിൻഡോ. So f of x is equal to x square. Draw the graph of g of x is equal to minus f of x. Minus f of x means just give minus f there, minus f. So this x square and the function, parabola function u shape ആണെങ്കിൽ minus x square വരുന്നത് എങ്ങനെയാണ്? ഇൻവെർട്ടഡ് u. സോ ഇത് u shape ആണെങ്കിൽ ഇത് ഇൻവെർട്ടഡ് u. അപ്പോൾ ഇതിന് നമുക്ക് ഫങ്ഷൻസ് ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഫംഗ്ഷന് അതിൻ്റെ റിവേഴ്സ് ഇമേജ് ഫംഗ്ഷൻസ് എങ്ങനെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ കമ്പയർ ദ ഗ്രാഫ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. സോ ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ വരുന്നത് നിങ്ങൾക്ക് എന്താ റിയൽ നമ്പേഴ്സ് തന്നെ. രണ്ടിൻ്റെ ഡൊമൈന് എഫിൻ്റെയും ജീൻ്റെ ഡൊമൈന് റിയൽ നമ്പേഴ്സ് തന്നെ. ആൻഡ് ഈ എഫിൻ്റെ ഡൊമൈൻ വരുമ്പോൾ റിയൽ നമ്പർ, ജീൻ്റെ ഡൊമൈൻ വരുന്നത് റിയൽ നമ്പർ തന്നെ. പക്ഷേ നമുക്ക് റേഞ്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എഫിൻ്റെ റേഞ്ച് എന്തായിരിക്കും? ക്ലോസ്ഡ് കോമ 0 കോമ ഇൻഫിനിറ്റ്. ക്ലോസ്ഡ് 0 കോമ ഇൻഫിനിറ്റ്. പക്ഷേ ജീൻ്റെ റേഞ്ച് വരുന്നതോ 0 ക്ലോസ്ഡ് 0 കോമ മൈനസ് ഇൻഫിനിറ്റ് ടു ക്ലോസ്ഡ് 0. മൈനസ് ഇൻഫിനിറ്റ് നമുക്ക് വരുന്നതൊക്കെ നെഗറ്റീവ് വാല്യൂസ് ആണ്. താഴോട്ടാണ് ഗ്രാഫ് പോകുന്നത്. സോ നമുക്ക് നെഗറ്റീവ് വൈ ആക്സിസ് ആണ് വരുന്നത്. നെഗറ്റീവ് വൈ ആക്സിസ് ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റ് ടു 0 ക്ലോസ്ഡ്. ഇത് ഫംഗ്ഷൻ ഗിവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക്
0, 0 to start ചെയ്തിട്ട് പോസിറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. 0, ഇൻഫിനിറ്റ്, ക്ലോസ്ഡ് 0, ഇൻഫിനിറ്റ്. ഇത് മൈനസ് ഇൻഫിനിറ്റ്, ക്ലോസ്ഡ് 0. സോ ഡൊമൈൻ ഡൊമൈൻ സെയിം ആയിരിക്കും, പക്ഷേ റേഞ്ച് നിങ്ങൾക്ക് വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ഫംഗ്ഷൻസ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ സ്ലൈഡർ വാല്യൂസ് ചേഞ്ച് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇൻപുട്ട് ബോക്സിൽ ഫംഗ്ഷന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ഗിവ് എനി ഫംഗ്ഷൻ ഹിയർ വിത്തൗട്ട് ക്രിയേറ്റിംഗ് എ ന്യൂ വൺ. ഫംഗ്ഷൻ ലിങ്ക് ചെയ്യേണ്ടത് ഏതാ? ഫംഗ്ഷൻ ആയതുകൊണ്ട് ലിങ്ക് ടു എഫ്. സോ എക്സ് സ്ക്വയറിൻ്റെ പകരം നമുക്ക് വേറെ ഫംഗ്ഷൻ അവർ ചോദിച്ചത് എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 2, എക്സ് സ്ക്വയർ പ്ലസ് 2, എക്സ് സ്ക്വയർ -1, ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഫംഗ്ഷൻസ് ചെയ്യുന്നില്ല, 1-2 എണ്ണം നമുക്ക് നോക്കാം. സോ എക്സ് സ്ക്വയർ പ്ലസ് 2, സോ യു ഗിവ് ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ, ഗിവ് എക്സ് സ്ക്വയർ പ്ലസ് 2. എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? അറ്റ് 2 ആയിരിക്കും നമുക്ക് ഫംഗ്ഷന് പരാബോള സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് ഡൊമൈൻ ഈസ് ആർ, റേഞ്ച് വിൽ ബി 2, ഇൻഫിനിറ്റ്. 2 സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ 0 സ്റ്റാർട്ട് ചെയ്ത് ഇത് 2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2, ഇൻഫിനിറ്റ്, ക്ലോസ് 2, ഇൻഫിനിറ്റ്. ഇവിടെയോ മൈനസ് ഇൻഫിനിറ്റ് ടു ക്ലോസ്ഡ് -2, റിവേഴ്സ്. ഇതേ യു ഷേപ്പ് റിവേഴ്സ്. ഇവിടെ 2 യൂണിറ്റ്സ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് സൈഡിലേക്ക് -2 യൂണിറ്റ്സ്. സോ നെഗറ്റീവ് സൈഡ് 2 യൂണിറ്റ്സിലേക്ക് ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. എക്സ് സ്ക്വയർ -1, എക്സ് സ്ക്വയർ -1 എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും ഫംഗ്ഷൻ വരിക? എക്സ് സ്ക്വയർ -1. സോ -1 യൂണിറ്റ്സ് നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. സോ -1, എക്സ് സ്ക്വയർ -1 എന്ന് പറയുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് -1 അടുത്ത് നിന്നായിരിക്കും. സോ ദിസ് ഡൊമൈൻ വിൽ ബി, ഡൊമൈൻ ഈസ് റിയൽ നമ്പേഴ്സ് ഫോർ ബോത്ത്. റേഞ്ച് വരുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ റേഞ്ച് വരുന്നത് -1, ഇൻഫിനിറ്റ്, -1, ഇൻഫിനിറ്റ്. പോസിറ്റീവ് സൈഡിലേക്ക് -1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. -1, ഇൻഫിനിറ്റ്. അതിൻ്റെ ജീൻ്റെ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ -1ൻ്റെ റേഞ്ച് എന്തായിരിക്കും? ഡൊമൈൻ ഈസ് റിയൽ നമ്പേഴ്സ് സെയിം. റേഞ്ച് വരുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ഫ്രം -infinite, 1, -infinite, 1. ദാറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് ദ ജി ഫംഗ്ഷൻ. സോ അതുപോലെ തന്നെ നമുക്ക് ബാക്കി ഫംഗ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ചെക്ക് ദിസ് മോഡുലസ് ഓഫ് x - 1, ആബ്സലൂട്ട് ഫംഗ്ഷൻ ഓഫ് x - 1. ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. ABS ഓഫ്, എക്സാമിന് ഏത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് പ്രൊസീജിയർ എല്ലാത്തിനും സെയിം. സോ യു ക്യാൻ സി ആബ്സലൂട്ട് ഫംഗ്ഷൻ ഓഫ് x - 1 മീൻസ് നമ്മുടെ എഫ് ഫംഗ്ഷൻ, എഫ് മോഡുലസ് ഓഫ് x - 1ൻ്റെ റേഞ്ച് വരുന്നത് എവിടെയാണ്? 1ൻ്റെ അടുത്ത് 1, ഇൻഫിനിറ്റ്, 1, ഇൻഫിനിറ്റ്. പക്ഷേ ഇത് വരുന്നത് -infinite, ക്ലോസ്ഡ് 1, -infinite, ക്ലോസ്ഡ് 1. ഡൊമൈൻ ഈസ് ദ സെയിം ഫോർ ബോത്ത് ദ ഫംഗ്ഷൻസ്. ഇറ്റ് ഈസ് ആർ ഇറ്റ് സെൽഫ്, ബട്ട് റേഞ്ചിൽ വ്യത്യാസം വരുന്നുണ്ടാവും. പിന്നെ നേരെ റിവേഴ്സ് ഫംഗ്ഷൻ ആയിരിക്കും. ഇത് വി ആണെങ്കിൽ മറ്റേത് വരുന്നത് ഇൻവെർട്ടഡ് വി. ഇതിന് നേരെ ഇമേജ് ഫങ്ഷൻസ് പോലെയാണ്. നമുക്ക് ലൈക്ക് റിഫ്ലക്ഷൻ, നമുക്ക് മിററിൽ കാണുമ്പോൾ നേരെ ഓപ്പോസിറ്റിൽ വരുന്ന രീതിയിൽ വരുന്ന ഒരു റിഫ്ലക്ഷനാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. സോ ബാക്കി നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം. സോ ഈ ഓരോ നിങ്ങൾക്ക് ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കമ്പാരിസൺ ചെയ്യാം. റിഫ്ലക്ഷൻ ആണ്, ഗ്രാഫ് റിഫ്ലക്ഷൻ ആണ്, അതിൻ്റെ ഡൊമൈൻ എന്താ, റേഞ്ച് എന്താ, എഫിൻ്റെ ഡൊമൈന്, ജീൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ നിങ്ങൾക്ക് ഒരു ടേബിൾ പോലെ ആക്കിയിട്ട് എല്ലാ ഫങ്ഷൻസിനും നിങ്ങൾക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവും. സോ വിൽ സേവ് ദിസ് ആസ് ആക്ടിവിറ്റി 2.3. ഇതിലത്തെ ഒരു ആക്ടിവിറ്റി കൂടെ ഉണ്ട്. 2.4 വിൽ ഡു ഇറ്റ്. ഫയൽ ന്യൂ വൺ, activity 2.4. റിഫ്ലക്ഷൻ ഓഫ് ഗ്രാഫ്. എഫ് ഓഫ്, നേരത്തെ നമ്മൾ ചെയ്തത് -f of x, ഇത് f of -x. ഈ f of -x എന്ന് പറയുന്നത് നമുക്ക് ട്രിഗ്നോമെട്രിയിൽ sin of -x ഈസ് -sin x, cos of -x ഈസ് cos x. എന്ന് വെച്ചാൽ സൈൻ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷണൽ വാല്യൂസ് f of -x എടുത്തിട്ട് f of x സെയിം ഫംഗ്ഷൻ വരാണെങ്കിൽ വിൽ സേ ഇറ്റ് ഈസ് ഈവൻ ഫംഗ്ഷൻ. അല്ല വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ f of -x ഈസ് -f of x ആണ് നമുക്ക് വരുന്നതാണെങ്കിൽ വിൽ സേ ഇറ്റ് ഈസ് ഓഡ് ഫംഗ്ഷൻ. സോ ഈവൻ ഫംഗ്ഷനാണോ ഓഡ് ഫംഗ്ഷനാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. സോ വിൽ ഡു ദിസ് വൺ. എക്സ് സ്ക്വയർ വെച്ചിട്ടല്ല, നമ്മൾ ഇത്തവണ x ക്യൂബ് വെച്ചിട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ ആകുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടൂല, because both are same itself. It is an even function. We'll do with x cube this time. X cube, x capital letter, small letter ആണ് കൊടുക്കേണ്ടത്. X cube. So this is x cube function.
So നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഗീവ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഡ്രോ ദ ഗ്രാഫ് എഫ് ഓഫ് മൈനസ് എക്സ്. സോ ഇൻപുട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താ? എഫ് ഓഫ് മൈനസ് എക്സ്. ഗീവ് എഫ് ഓഫ് മൈനസ് എക്സ്. So minus x cube. So you can see the blue function. ഒന്ന് ഇങ്ങോട്ട് നേരെ ലൈക്ക് റിഫ്ലക്ഷൻ തന്നെ ഈ ഒന്ന് ഇവിടുന്ന് ഈ റെഡ് കളറും ഈ ബ്ലൂ കളർ ഫങ്ഷൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാം. സോ വൺ ഈസ് ടു ദ ഫ്രം എക്സ് ക്യൂബ്, ഇതിൻ്റെ നേരെ ഇമേജ് ഫംഗ്ഷൻ പോലെ റിഫ്ലക്ഷൻ പോലെ ഇങ്ങോട്ട് തിരിച്ചാണ് വരുന്നത്. സോ ഇത് നമുക്ക് ഈവൻ ഫംഗ്ഷനാണോ ഓഡ് ഫംഗ്ഷനാണോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇഫ് ഇറ്റ് ഈസ് ഈവൻ ഫംഗ്ഷൻ ഓർ ഓഡ് ഫംഗ്ഷൻ, ഹൗ കെൻ യു സേ ദിസ് വൺ? ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ സിമെട്രിക് ആയിരിക്കും. ദറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ഇറ്റ് വിൽ ബി സിമെട്രിക്. അതേ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ഓറിജിൻ. ഇതിപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഓറിജിൻ ആണ് സിമെട്രിക് വന്നത്. സോ ഇറ്റ് ഇസ് ഓറിജിനടുത്താണ് ഇത് രണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. അതിപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പ്രൊസീജിയർ ചെയ്യുക? വിൽ ക്രിയേറ്റ് an input box for f and we'll check this function here. Create an input box for f. ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ലിങ്ക് ടു എഫ്. സോ ഇവിടെ എക്സ് ക്യൂബിന് പകരം സപ്പോസ് വിൽ ടേക്ക് എക്സ് സ്ക്വയർ. എന്തായി? എഫും ജി ഒരുപോലെ തന്നെ ഉണ്ട്. കാരണം ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ്. എന്ന് വെച്ചാൽ ഈ എക്സ് ഇപ്പോൾ നമ്മൾ 2 സ്ക്വയറും -2 സ്ക്വയറും വാല്യൂ സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് എഫും ജിയും കോയിൻസൈഡ് ആവും. ഇറ്റ് വിൽ ബി കോയിൻസൈഡിങ് ഹിയർ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ. അതിപ്പോൾ ഓഡ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ സപ്പോസ് വിൽ ടേക്ക് എക്സ് ക്യൂബ്, വി ഹാവ് ടേക്കൻ ഐ ക്യാൻ ടേക്ക് സൈൻ എക്സ്. സൈൻ എക്സ് നിങ്ങൾക്ക് നോക്കിയാൽ ഓറിജിൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് സിമെട്രിക്. അങ്ങോട്ട് ഇങ്ങോട്ട് വരും. ബിക്കോസ് വി നോ സൈൻ എക്സ് ഇസ് എ ഓഡ് ഫംഗ്ഷൻ. കോസ് എക്സ് എന്താവും? Cos of minus x is cos x, same. So the function will be same. ഈ റെഡ് ഫംഗ്ഷനും എഫും ജിയും കോയിൻസൈഡ് ആവുന്നുണ്ട്. സോ ഈവൻ ഫംഗ്ഷൻ മീൻസ് ഇറ്റ് വിൽ ബി കോയിൻസൈഡിങ്. ഓഡ് ഫംഗ്ഷൻ മീൻസ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റിംഗ് ഓൺ ദ ഒറിജിൻ. സോ നമുക്ക് കുറച്ച് ഫംഗ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ചെക്ക് ദോസ് ഫംഗ്ഷൻസ് ഹിയർ. 1/x വി ക്യാൻ സി. ആബ്സല്യൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുണ്ട്. 1/x നോക്കാം. ഒരു ഫംഗ്ഷനും കൂടി നോക്കാം. സോ 1/x. So give here 1/x. 1/x. So it is odd function ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ? നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആണ് കാണുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. കോയിൻസൈഡ് ആയാൽ മാത്രമേ അത് ഈവൻ ഫംഗ്ഷൻ. സോ ദ ഫംഗ്ഷൻ 1/x is an odd function. So this is regarding the even and odd functions. How we will define using the graph, we can say whether a function is an even function or a odd function. Graph of even function എന്തായിരിക്കും? It is symmetric about the y axis. എന്നുവെച്ചാൽ function will be coinciding. Even function, odd function ആണെങ്കിൽ it will be reflecting or it is symmetric about the origin, we can say. It is symmetric about the origin. ഓറിജിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് കാണാം. ആസ് എ റിഫ്ലക്ഷൻ നമുക്ക് കാണാം. അത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ് കോയിൻസൈഡ്സ് വിത്ത് എ ഗിവൻ ഫംഗ്ഷൻ. ദറ്റ് ഈസ് കോൾഡ് ഈവൻ ഫംഗ്ഷൻ. സോ ഇതാണ് നമ്മളോട് ചോദിച്ചത്. ഐഡൻറ്റിഫൈ ദ ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻസ് ആൻഡ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഗ്രാഫ്സ് ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻസ്. ഇത് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. സോ ദറ്റ് ഈസ് അബൌട്ട് ആക്ടിവിറ്റി 2.4. സോ ഇതോടെ നമ്മുടെ ലാബ് 2 അവസാനിച്ചിട്ടുണ്ട്. You can answer the questions. നമുക്കിവിടെ കുറേ വർക്കൗട്ട് ചെയ്യാൻ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതൊന്ന് നോക്കുക. താങ്ക് യു. വെൽക്കം ടു ലാബ് 4 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. സോ ഈ ലാബിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യണം. വാല്യൂസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആൻഡ് ടു പ്ലോട്ട് ദെയർ ഗ്രാഫ്സ്. എന്ന് വെച്ചാൽ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക് ആൻഡ് കോട്ട്, ഈ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ദർ ഈസ് സൈൻ 1.2 അല്ലെങ്കിൽ സൈൻ π/6, സൈൻ 3, സൈൻ 2π, അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓരോ ക്വാഡ്രൻറ്റിൽ അത് എങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആപ്ലെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇതിലത്തെ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഒരു സർക്കിൾ ഒന്ന് ഡ്രോ ചെയ്തിട്ട് ഒരു യൂണിറ്റ് സർക്കിൾ ഡ്രോ ചെയ്തിട്ട് അതിലെ ഒരു റേഡിയൻസ് നമ്മൾ ആംഗിൾ ഒന്ന് ആംഗിൾ ഒന്ന് ഡ്രോ ചെയ്യണം.
ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓപ്ഷൻസ് അഡ്വാൻസ്ഡ് ആംഗിൾ യൂണിറ്റ് റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ ഒരു പോയിന്റ് 0,0 എന്ന് വെച്ചാൽ നമ്മുടെ ഓറിജിൻ ഒന്ന് പ്ലോട്ട് ചെയ്യുക. പിന്നെ ഒരു യൂണിറ്റ് സർക്കിൾ ഡ്രോ ചെയ്യണം. സോ ദാറ്റ് വിൽ ഡു ഇറ്റ് ഓൺ ദ ജിയോജിബ്ര ഫയൽ. സോ ഒരു ജിയോജിബ്ര ഫയൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻസിലേക്ക് പോവുക, അഡ്വാൻസ്ഡ് എടുക്കുക, റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പ്ലോട്ട് O, ക്യാപിറ്റൽ O പോയിന്റ് ആയതുകൊണ്ട് ടേക്ക് ക്യാപിറ്റൽ ലെറ്റർ O is equal to ordered pair 0,0. So you can see the point O here. Now you draw a unit circle at this point O. ഈ ഓൻ്റെ അടുത്ത് ഒരു സർക്കിൾ, യൂണിറ്റ് സർക്കിൾ മീൻസ് എത്ര റേഡിയസ് എടുക്കേണ്ടത്? 1 യൂണിറ്റ്. സോ ഒരു സർക്കിൾ ഡ്രോ ചെയ്യണം. സോ സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ്, ആ ഓപ്ഷൻ അല്ലാതെ സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ്. അപ്പോൾ നമുക്ക് റേഡിയസ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. സോ ഓല് ക്ലിക്ക് ചെയ്യാം. റേഡിയസ് യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് റേഡിയസ് 1 കൊടുക്കാം. അപ്പോൾ യു ഗോട്ട് ആൻ യൂണിറ്റ് സർക്കിൾ വിത്ത് ദറ്റ് ഈസ് റേഡിയസ് 1. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? പ്ലോട്ട് ദ പോയിന്റ് A 1,0. അപ്പോൾ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇൻപുട്ട് ക്യാപിറ്റൽ A is equal to ordered pair 1,0. സോ നമുക്ക് ക്യാപിറ്റൽ A കിട്ടി. ഇനി നമ്മൾ ഒരു പോയിൻറ്റും കൂടി പ്ലോട്ട് ചെയ്യണം. സോ ഒരു പോയിൻറ്റ് ഇതിനാദ്യം ആ പോയിൻറ്റ് പ്ലോട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തിട്ട് വിത്ത് മിനിമം വാല്യൂ -10, മാക്സിമം 10 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.01. സോ ഇതിലത്തെ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത്, സ്ലൈഡറിൽ ആനിമേഷൻ ഇൻക്രീസിങ് എന്ന് വെക്കാം. സോ ക്രിയേറ്റ് എ സ്ലൈഡർ. നമുക്ക് സ്ലൈഡർ ടൂൾ എടുക്കാം. സ്ലൈഡർ ടൂൾ എടുത്തിട്ട് ഒരു സ്ലൈഡർ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മിനിമം വാല്യൂ -10 to 10, -10 to 10, ഇൻക്രിമെൻറ്റ് 0.01. ഇൻക്രിമെൻറ്റ് നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇൻക്രിമെൻറ്റ് 0.01 കൊടുക്കുക. ആൻഡ് ഇവിടെ ആനിമേഷൻ ഉണ്ട്, കാണുന്നുണ്ട്, ഇൻ്റർവെൽ സ്ലൈഡർ ആനിമേഷൻ. ഈ ആനിമേഷനിൽ പോയിട്ട് ഓസിലേറ്റിന് പകരം ഇൻക്രീസിങ് കൊടുക്കുക. സോ വി ഹാവ് ക്രിയേറ്റ് എ സ്ലൈഡർ ഹിയർ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പോയിൻറ്റും കൂടി പ്ലോട്ട് ചെയ്യണം. A ഡാഷ് എന്നൊരു പോയിൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആംഗിൾ A ഈസ് A റേഡിയൻസ് വരുന്ന രീതിയിൽ നമുക്കൊരു A ഡാഷ് ഒരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ അതിന് വെച്ചാൽ നമുക്ക് ഒരു ആംഗിൾ ഈ എനും A ഡാഷിനുള്ള ആംഗിൾ A റേഡിയൻസ് വരുന്ന രീതിയിലാണ് A ഡാഷ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നേരെ ഇവിടെ ഒരു ആംഗിൾ വിത്ത് ഗിവൻ സൈസ് എടുക്കുക. ആംഗിൾ വിത്ത് ഗിവൻ സൈസ് എടുത്തിട്ട് A ഡാഷ്, ആ A ഡാഷ് വരുന്നത് A റേഡിയൻസ് ആയതുകൊണ്ട് ഇവിടെ സ്മോൾ a കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു A ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റ് വരും. ഈ പോയിൻ്റ് ഒന്ന് റീനെയിം ചെയ്യുക. ദിസ് പോയിൻ്റ് ആസ് P ആൻഡ് ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് P. ഈ പോയിൻ്റ് റീനെയിം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം ഓപ്ഷൻ ഉണ്ടാവും. A ഡാഷിന് പകരം P എന്ന്, ക്യാപിറ്റൽ P, പോയിൻ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ P എന്ന് കൊടുക്കുക. ആൻഡ് ഷോ ദ കോർഡിനേറ്റ്സ് ഷോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോവുക, ഷോ ലേബിൾ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. സോ നമുക്ക് Pൻ്റെ കോർഡിനേറ്റ്സിന് കാണാം. ഇനി നെക്സ്റ്റ് വേണ്ടത് നമ്മൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ആ OP ഒന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ OP യൂസിങ് എ ലൈൻ സെഗ്മെൻറ്റ്. സോ ഇതിന് OP ലൈൻ സെഗ്മെൻറ്റ് ആണെങ്കിൽ ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എടുക്കണ്ടേ? ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എടുത്തിട്ട് OPയും ജോയിൻ ചെയ്യാം. ഇനി വേണ്ടത് നിങ്ങൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡറിന് നമുക്കൊരു ഇൻപുട്ട് ബോക്സും ക്രിയേറ്റ് ചെയ്യാം. ഈ സ്ലൈഡർ ഞാൻ എടുത്ത് ഈ സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. for A, link to A. ഇതിന് വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് കളർ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഓക്കെ. ഈ സ്ലൈഡർ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ. ഇത് നിങ്ങൾക്ക് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മുടെ ആക്ടിവിറ്റി you will be getting like this.
നമുക്കിപ്പോൾ ഒരു യൂണിറ്റ് റേഡിയസ് വന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജിയോജിബ്രയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രിഡ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇത് വിത്തൗട്ട് ഗ്രിഡ് ആക്കിയാൽ നമുക്ക് ഇവിടുത്തെ ഗ്രിഡ് ക്യാൻസൽ ചെയ്യാം. സോ സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് വരും. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഗ്രിഡ് ഓപ്ഷന് മാറ്റി കളഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വൈറ്റ് സ്ക്രീൻ പോലെ ഇങ്ങനെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സൈൻ എക്സ് ഡെഫിനേഷൻ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസും കോസ് എക്സ് അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസെൻറ്റ് എന്ന് പറയുന്നത് എന്താ? എക്സ് വാല്യൂ. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് വൈ വാല്യൂ. അപ്പോൾ നമ്മുടെ ഈ പി കോർഡിനേറ്റ്സിൽ എക്സ് വാല്യൂ എപ്പോഴും കോസിൻ്റെ വാല്യൂ, വൈ വാല്യൂ എന്നും സൈനിൻ്റെ വാല്യൂ ആയിരിക്കും. സോ ഇവിടുത്തെ ഈ പി കോർഡിനേറ്റ്സിൻ്റെ എക്സ് വാല്യൂ എപ്പോഴും കോസ് എക്സിൻ്റെ വാല്യൂ ആൻഡ് വൈൻ്റെ വാല്യൂ എപ്പോഴും സൈൻ എക്സിൻ്റെ വാല്യൂ ആയിരിക്കും. സോ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് വാല്യൂ ഓഫ് എനി, നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പൈ സൈൻ 30 ഡിഗ്രീസ് എന്ന് വെച്ചാൽ π/6 PI/6 കൊടുക്കാം. π/6 കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സൈൻ π/6 is 0.52. നമുക്ക് π/6 ആയിട്ട് കാണാത്ത കൊണ്ട് 0.52 എന്ന് കാണുന്നത്. നമുക്ക് സൈൻ π/6 എന്തായിരുന്നു? 1/2 അല്ലേ? സൈൻ 30 1/2 ആൻഡ് സൈൻ cos 30 is √3/2. സൈൻ 30 1/2 മീൻസ് 0.5. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 0.5 എന്ന് പറയുന്നത് സൈനിൻ്റെ വാല്യൂ. √3/2 മീൻസ് 1.732/2 which is 0.87. അപ്പോൾ ഇത് കോസിൻ്റെ വാല്യൂ. ഇപ്പോൾ നമ്മൾ സൈൻ π/6 എടുത്തപ്പോൾ ഇത് π/6 വാല്യൂ എടുത്തപ്പോൾ റേഡിയൻസ് ഇവിടെ സൈനിൻ്റെ വാല്യൂ എത്രയാണ്? 1/2 ആൻഡ് കോസ് വാല്യൂ ഈസ് 0.87 വിച്ച് ഈസ് √3/2. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ആനിമേറ്റ് ദ സ്ലൈഡ് ആൻഡ് അബ്സർവ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. നമുക്ക് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് എന്താ വരിക? നമ്മൾ ഡൊമൈൻ നമ്മൾ ഈ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ can see here സോ ഈ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കാം ഈ സ്ലൈഡർ നിങ്ങൾക്ക് സൈൻ വാല്യൂ വരുന്നത് മാക്സിമം എത്രയാണ് വരുന്നത്? ഈ 1 യൂണിറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈ 0 to 1 അല്ലെങ്കിൽ -1 to 1 ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. നമുക്ക് വൈ വാല്യൂ നമുക്ക് നോക്കുകയാണെങ്കിൽ -1 to 1 ഇതിൻ്റെ പരിധിയിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്താണ്? -1 to 1, ക്ലോസ് ഇൻറ്റർവൽ -1, 1 is the range of sin x and cos x. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് എന്താ? ഡൊമൈൻ ഇസ് ഓൾ ദ റിയൽ നമ്പേഴ്സ്. നമ്മൾ ഇതിൻ്റെ ഏത് വാല്യൂ എടുത്താലും ഇതിൻ്റെ വാല്യൂസ് നമുക്ക് ഫങ്ഷണൽ വാല്യൂസ് വരുന്നത് മാത്രം വി ആർ ഗെറ്റിംഗ് ഓൺലി -1, 1 ഇതിൻ്റെ ഇടയ്ക്ക് മാത്രമേ നമുക്ക് വാല്യൂസ് വരുന്നുള്ളൂ. സോ ഡൊമൈൻ ഓഫ് സൈൻ ഈസ് R ആൻഡ് ഡൊമൈൻ ഓഫ് കോസ് എക്സ് ഈസ് ഓൾസോ R, ബട്ട് റേഞ്ച് ഈസ് ക്ലോസ് ഇൻറ്റർവൽ -1, 1 ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസാണ് നമുക്ക് വരുന്നത്. ഈ -1ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള വാല്യൂസാണ് നമുക്ക് വരുന്നത്. സോ മാക്സിമം വാല്യൂ ഈസ് 1 ആൻഡ് മിനിമം വാല്യൂ ഈസ് -1. സോ range is close interval -1, 1. പിന്നെ ഈ find the value of sin x and cos x using the given values of x. ഈ sin π/3, sin π/4, sin π/6, sin π/2 ഈ വാല്യൂസ് ഒന്ന് നമ്മൾ ഈ ഇൻപുട്ട് ബോക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫസ്റ്റ് sin π/6 ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് π/3, sin π/3 പീൻ്റെ കോർഡിനേറ്റ്സ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. π/3 എന്ന് പറയുമ്പോൾ PI/3 π/3, so its value is 1.05. നമുക്ക് sin π/3 ആണ്, cos π/3, sin π/3. cos π/3 is 60 ആണ്. cos 60 എത്രയാണ്? 1/2, so which is 0.5 and sin value is √3/2 which is 0.87. so sin π/3 is 0.87 and sin cos π/3 is 0.5. so ഇതിൻ്റെ പീൻ്റെ എക്സ് വാല്യൂ ആണ് കോസ് വാല്യൂ, വൈ വാല്യൂ ആണ് സൈൻ വാല്യൂ. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ π/2 നോക്കാം. π/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? PI/2. സോ π/2 ഈസ് 1.57. നമുക്ക് ക്ലിയർലി മനസ്സിലാവുന്നുണ്ട്. cos 90 ഈസ് 0, sin 90 ഈസ് 1.
So cos 90 is 0 and sin 90 is 1. So നമുക്ക് cos 90 value, sin 90 value we can find out using the p coordinates here. Just give in the input box what you need the value. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് sin 0.3. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ബോക്സിൽ എത്രയാണ് കൊടുക്കേണ്ടത്? 0.3. sin 0.3. So sin 0.3 is 0.3 and cos 0.3 is 0.96. So ഇതിൻ്റെ വാല്യൂസും ഇതിൻ്റെ എക്സ് വൈ കോർഡിനേറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇതിലുള്ള ബാക്കി വാല്യൂസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി. ആ ഇൻപുട്ട് ബോക്സിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂസ് ഒന്ന് ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. സോ ഐഡൻറ്റിഫൈ ദ വാല്യൂസ് ഫോർ sin x cos x become 0, 1 and -1. സോ 0, 1, -1 ആവുന്ന വാല്യൂസ് സൈൻ വാല്യൂ കോസ് വാല്യൂ ഇതിനാണ് 0, 1, -1 ആവുന്നതെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് 0 ഒന്ന് നോക്കാം. ഈ 0 ആവുന്ന വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ സൈൻ വാല്യൂ 0 ആവുന്ന വാല്യൂ ഏതാണെന്ന് നോക്കിയേ. സൈന് 0 ആവുന്ന വാല്യൂ പി കോർഡിനേറ്റ് 1,0 എന്ന് വെച്ചാൽ കോസ് വാല്യൂ 1ഉം സൈൻ വാല്യൂ 0 ആവുന്നത്. സൈൻ 0 ആവുന്നത് ഏത് വാല്യൂ? എ 0 ആയപ്പോൾ എന്ന് വെച്ചാൽ സൈൻ എക്സ് വാല്യൂ 0 ആണെങ്കിൽ സൈൻ 0 ഈസ് 0, കോസ് 0 ഈസ് 1. അതുപോലെ തന്നെ നമുക്ക് π/2 1 ആവുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 0, 1 വരുന്നത് എന്ന് വെച്ചാൽ ഏത് വാല്യൂ? 1.57 മീൻസ് π/2 വാല്യൂ. 90/2 ഈസ് 1.57. We can see here cos 90 is 0 and sin 90 is 1. അപ്പോൾ ഓരോ വാല്യൂസിൻ്റെ അടുത്താണ് നമുക്ക് ഈ ഒരു നമുക്ക് ഇനി 0, -1 വരണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇതൊന്ന് നീക്കുകയാണെങ്കിൽ 0, -1 you can see -1, 0. So it is -1, 0. So -1, 0 അടുത്ത് p value if you can see here, p value the -1, 0 ആണ്. p is -1, 0. 3.14. 3.14 means pi value. So cos pi is -1 and sin pi is 0. Cos pi -1ഉം sin pi 0. അപ്പോൾ ഏത് വാല്യൂസ് ആണ് ഇത് 0, 1 ആവുന്നത് ഒന്ന് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നീക്കുമ്പോൾ ഈ എ വാല്യൂ നമുക്ക് ഈ സ്ലൈഡർ നീക്കുമ്പോൾ നമുക്ക് ഈ പോയിന്റിനടുത്ത് ഈ 0, -1, 0, 0, -1, 1, 0 ആൻഡ് 0, 1 ഈ പോയിന്റ്സിനടുത്ത് നമുക്ക് ഈ സ്ലൈഡർ ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് എ വാല്യൂവിൻ്റെ അടുത്താണ് അത് കിട്ടുന്നത് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്ക് വി ക്യാൻ ഗിവ് ദ വാല്യൂസ് ഫോർ എക്സ്. സോ ഫോർ വിച്ച് വാല്യൂസ് ദ സൈൻ വാല്യൂ വിൽ ബി 0 and 1 വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഈസിലി. So this is activity 4.1. You save it as activity 4.1. സോ ഇതോടെ നമ്മൾ ആക്ടിവിറ്റി 4.1 കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി അവർ പറയുന്നത് ആക്ടിവിറ്റി 4.2 നമ്മളിപ്പോൾ സൈന് കോസ് വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യണം. സോ പ്ലോട്ടിംഗ് ദ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യണമെന്ന് നോക്കാം. സോ ആക്ടിവിറ്റി 4.2 ആദ്യം എന്താ ചെയ്യേണ്ടത്? സേവ് ഫയൽ 4.1 ആസ് 4.2. നമ്മൾ നേരത്തെ സേവ് ചെയ്ത 4.1 സേവ് ആസ് 4.2 ഇതന്നെ സേവ് ആസ് 4.2 ആയിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഓപ്പൺ ഗ്രാഫിക്സ് 2. ഓപ്പൺ ഗ്രാഫിക്സ് 2 നമുക്ക് ആക്ച്വലി നിങ്ങളുടെ ഈ വിൻഡോയിൽ 2 വ്യൂസ് ഉണ്ട്. ഒന്ന് ഓൾജിബ്ര വ്യൂ, ഇത് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇത് ഓൾജിബ്ര വ്യൂ. ഈ ഇവിടെ കാണുന്നത് ഇത് ഗ്രാഫിക്സ് വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് എല്ലാം ഈ ഒരു ഗ്രാഫിക്സ് വ്യൂവിൽ നമുക്ക് കാണാം. ഇതുപോലെ ഒരു വ്യൂ കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം, ഗ്രാഫിക്സ് 2. സോ ഹിയർ ഈ ഫയൽ എഡിറ്റ് വ്യൂവിൽ പോയിട്ട് ഗ്രാഫിക്സ് 2 ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ യു ക്യാൻ ക്രിയേറ്റ് എ ഗ്രാഫിക്സ് 2 വൺ മോർ വ്യൂ ഹിയർ. So this is graphics view. നമ്മൾ ട്രിഗ്നോമെട്രി ആയതുകൊണ്ട് നമ്മുടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. 1, 2, 3ന് പകരം യു ക്യാൻ ചേഞ്ച് ഇറ്റ് ആസ് ഇൻ ടു റേഡിയൻസ്. സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാഫിക്സ് എന്ന് വരും. ഇവിടെ എക്സ് ആക്സിസ് you can just keep distance here. ഇത് π/2 1ലാണ് യൂഷ്വലി ഉണ്ടാവുക, അത് π/2 ആക്കിയാൽ മതി. സോ
you can see the graphics here. X-axis 0 pi/2 മാറിയത് കാണാം. അതുപോലെ തന്നെ ഈ വ്യൂവിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഗ്രാഫിക്സ് വ്യൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഗ്രാഫിക്സ് എടുക്കുക. X-axis ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടുത്തെ pi/2 ഒന്ന് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ X-axisലൊക്കെ pi/2 നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ pi/2ൻ്റെ അടുത്താണ് നമുക്ക് വാല്യൂസ് ഒക്കെ വന്നത്. 0, 1, 1, 0 ഒക്കെ വന്നത് നമുക്ക് ഈ വാല്യൂസിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഈ X-axis വേണമെങ്കിൽ നിങ്ങൾക്ക് റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ക്യാൻ സി ഒരു ആക്ടിവിറ്റി 4.2 എന്താണ് നോക്കാം. പ്ലോട്ട് ദ പോയിന്റ് B, A, y of P. y of P എന്ന് പറയുന്നത് y കോർഡിനേറ്റ് ഓഫ് P. നമ്മുടെ Pൻ്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ Pൻ്റെ x കോർഡിനേറ്റ് ആണ് കോസ് വാല്യൂ, ഈ Pൻ്റെ y കോർഡിനേറ്റ് ആണ് സൈൻ വാല്യൂ. ഈ y ഓഫ് P നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് ടൂൾ നമുക്ക് പ്ലോട്ട് ചെയ്യാം. സോ ഇവിടെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഗ്രാഫിക്സ് 2 ക്ലിക്ക് ചെയ്യുക. ഗ്രാഫിക്സ് 2 ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഇൻപുട്ടിൽ നിങ്ങൾ ക്യാപിറ്റൽ B = A, y of P എന്ന് കൊടുക്കുക. ഗ്രാഫിക്സ് 2 ക്ലിക്ക് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് വ്യൂ മാറിപ്പോവും. നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് ഈ വ്യൂവിലാണ്, y of capital P. എൻ്റർ ചെയ്യുക. സോ വി ഗോട്ട് B ഈസ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് B, പോയിന്റ് B. ഐ എം ജസ്റ്റ് ചേഞ്ചിങ് ദ കളർ. ദിസ് ഈസ് എ പോയിന്റ് B. ഇനി നമുക്ക് വേണ്ടത് ഈ പോയിന്റ് ബീൻ്റെ ഒരു ട്രേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ B എന്ന് പറയുന്നത് എന്താ? y of P വിച്ച് ഈസ് എ സൈൻ വാല്യൂ. ഈ സൈനിൻ്റെ ട്രേസ് ഒന്ന് നോക്കാം. സോ ഇത് ട്രേസ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ B പോയിൻറ്റിൻ്റെ ട്രേസ് ഓൺ ആക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രേസ് ഓൺ ആക്കാം. അതുപോലെ തന്നെ ഈ സ്ലൈഡറിൻ്റെ ആനിമേഷൻ ഓൺ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സൈനിൻ്റെ ഗ്രാഫ് വരുന്നത്. ഒന്ന് സ്ലൈഡർ വ്യൂ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഗ്രാഫ് അല്ലേ ഇത്? sin 0, 0, sin pi/2 we got it as 1, sin pi is 0 and sin 3 pi/2 is -1, sin 2 pi is 0, sin 5 pi/2 is 1. സോ നമുക്ക് നന്നായിട്ട് സൈനിൻ്റെ വാല്യൂസ് നമുക്ക് ഇവിടെ നന്നായിട്ട് നോക്കാൻ പറ്റും. സോ ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് സൈൻ എക്സ്. സോ ഗ്രാഫ് ഓഫ് സൈൻ എക്സ് നമുക്ക് ഇങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്ത B പോയിന്റിൽ A, y of P വെച്ചപ്പോൾ നമുക്ക് സൈനിൻ്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്. സോ അവർ ഇതിൽ ചോദിച്ചിട്ട് എന്തായിരുന്നു? Give the trace of this point and animate the slider. അത് ചെയ്തിട്ടുണ്ട്. Observe the path of this point. What does this path represent? This path represent the graph of sin x. അപ്പോൾ ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. So save the file as activity 4.2. Save. Next we'll do this one. Activity 4.3. Activity 4.3 എന്താ? Open activity 4.2 and save as 4.3. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇത് ഫയൽ 4.2 എടുത്തിട്ട് സേവ് ആസ് ഇതൊന്ന് ആനിമേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. സോ ഫയൽ സേവ് ആസ് ആക്ടിവിറ്റി 4.3 ആയിട്ട് സേവ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തതിൽ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഡ്രോ ചെയ്തു. ഇനി ബാക്കി എല്ലാ ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് ഡ്രോ ചെയ്യണ്ടേ? സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ബിയിൽ പോയിന്റ് B പ്ലോട്ട് ചെയ്തപ്പോൾ y of P കൊടുത്തപ്പോൾ നമുക്ക് സൈനിൻ്റെ ഗ്രാഫ് വന്നു. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്ത് x of P ആക്കുകയാണെങ്കിൽ നമുക്ക് ഏതിൻ്റെ ഗ്രാഫ് കിട്ടും? y of P, y കോർഡിനേറ്റ് ഡിനോട്ട്സ് സൈൻ എക്സ് വാല്യൂ. അപ്പോൾ x of P എന്താ ഡിനോട്ട് ചെയ്യുക? കോസ് എക്സിൻ്റെ വാല്യൂ അല്ലേ? അപ്പോൾ നമ്മളിവിടെ Pൻ്റെ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാം. ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഗ്രാഫിക്സ് 2 ക്ലിക്ക് ചെയ്യുക. ഇൻപുട്ട് നമുക്ക് വേണ്ടത് ഇൻപുട്ട് ബോക്സ് വേണ്ടത് ഗ്രാഫിക്സ് 2ലാണ്. അപ്പോൾ ഗ്രാഫിക്സ് 2 ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാഫിക്സ് 2 ഹൈലൈറ്റ് ആവും. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാഫിക്സ് ഇതാണ് ഹൈലൈറ്റ് ആവുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് നമുക്ക് വേണ്ടത് അവിടെ ആദ്യം ക്ലിക്ക് ചെയ്യുക. ഗ്രാഫിക്സ് 2 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇൻപുട്ട് ബോക്സ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ്? ബിന് വേണ്ടിയിട്ട്. സോ B ലിങ്ക് ടു B. ഓക്കെ, നമ്മുടെ ഡെഫിനിഷൻ ഇതായിരുന്നല്ലേ? B = A of y of P. ഈ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ദ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ വൈൻ്റെ പകരം എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് ആനിമേഷൻ ഒന്ന് ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്. ആനിമേഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ
ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കാം. ദിസ് ഈസ് ഗ്രാഫ് ഓഫ് 0 വാല്യൂ 1 ആണ്, π/2ൻ്റെ വാല്യൂ 0 ആണ്. അത് ഏതിൻ്റെ ആ കോസ് 0 is 1, cos π/2 is 0 and cos pi is -1, cos 3π/2 it is 0. So നമുക്ക് 90 degree multiples of 90s ഒക്കെ 0 വരുന്നുണ്ടെങ്കിൽ ഏതാ കോസ് വാല്യൂ. So this is the graph of cos x. So graph of cos x we can define by giving the definition. B ൻ്റെ definition എന്താ കൊടുക്കേണ്ടത്? a, x of p ആണ് അതിൻ്റെ definition. ഇനി നമ്മളോട് അവർ ചോദിക്കുന്നത്, ഇത് നമുക്ക് ഇതിൻ്റെ ഡൊമൈനും റേഞ്ച് നോക്കാം കേട്ടോ. ഡൊമൈനും റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കാനുണ്ട്. സോ വാട്ട് ഈസ് ദ create an input, change the definition of b as a, x of p, observe the path of this point, what does this path represent? നമുക്കിപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് path represent cos x, graph of cos x. Redefine b as a, 1/y of p. 1/y എന്ന് പറയുന്നത് എന്താ? 1/y of p is nothing but our sin x അല്ലേ. അപ്പോൾ 1/sin x ഏതിൻ്റെ ഗ്രാഫ് ആയിരിക്കും? 1/sin x is cosec x. അപ്പോൾ ഈ ഡെഫിനേഷൻ നമ്മളിവിടെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 1/y of p കൊടുക്കുകയാണെങ്കിൽ cosec xൻ്റെ ഗ്രാഫ് വരും. ആൻഡ് y of p by x of p, ദറ്റ് ഈസ് സൈൻ ബൈ കോസ്. സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് എന്താ? ടാനിൻ്റെ ഗ്രാഫാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഡെഫിനേഷൻസ് റീഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന പാത്ത് ഏത് ഫങ്ഷൻസിൻ്റെ പാത്താണ് നമുക്ക് ഇത് ഡെഫിനേഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. So this one, as first one will change as 1/y of p, 1/y of p. So 1/y of p ഇതിൻ്റെ ആനിമേഷൻ ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് എന്തിൻ്റെ ഗ്രാഫാണിത്? cosec xൻ്റെ ഗ്രാഫ്. സോ ഗ്രാഫ് ഓഫ് cosec x നമുക്കറിയാം, ഓരോ ഇൻ്റർവെൽ യു ഷേപ്പിൽ ഇങ്ങനെ വരും. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് cosec x. പിന്നെ നമ്മളിവിടെ ഡെഫിനേഷൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത് എന്തായിരുന്നു? y of p by x of p. സോ ഇത് x of p, y of p by x of p. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെ കൊടുക്കുകയാണെങ്കിൽ y by x എന്ന് വെച്ചാൽ സൈൻ ബൈ എക്സ്, സൈൻ ബൈ കോസ്. സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെഫിനേഷൻ ഓഫ് ടാൻ. സോ നമുക്കിവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഗ്രാഫ് ഓഫ് ടാൻ എക്സ്. ഗ്രാഫ് ഓഫ് ടാൻ എക്സ് യു ക്യാൻ സീ ഹിയർ, ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് ടാൻ എക്സ്. സോ ഈ ഗ്രാഫ് ഓഫ് ടാൻ എക്സിൽ നമുക്ക് അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ഡെഫിനേഷൻ, ഓരോ ഡെഫിനേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഗ്രാഫ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ഇനി ഇവർ ചോദിക്കുന്നത് എന്താ? വാട്ട് ഷുഡ് ബി ദ ഡെഫിനേഷൻ ഓഫ് ബി ഫോർ ദ ഗെറ്റിംഗ് ഓഫ് sec x ആൻഡ് cot x. cot x, tan x y of p by x of p ആണെങ്കിൽ cot x എന്തായിരിക്കും? റെസിപ്രോക്കൽ അല്ലേ, ടാനിൻ്റെ റെസിപ്രോക്കൽ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? x of p by, ഈ ഡെഫിനേഷൻ ചേഞ്ച് ചെയ്താൽ മതി, x of p by y of p. ഇൻപുട്ട് ബോക്സ് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ ഡെഫിനേഷൻസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കിവിടെ ഗ്രാഫ് ചേഞ്ച് ആയി വരും. So you can see here y of p by x of p. നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് x of p by y of p അല്ലേ. നമുക്ക് കോട്ടാണ് വേണ്ടത്. കോട്ട് ഈസ് കോസ് ബൈ സൈൻ this is x of p by y of p. So on the animation, സ്ലൈഡറിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആനിമേഷൻ ഓൺ ചെയ്യുക. ദെൻ യു ക്യാൻ സീ ദ ഡെഫിനേഷൻ ഓഫ് cot x. സോ ദിസ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് cot x. ഇനി നമുക്ക് sec x വേണമെങ്കിൽ ഡെഫിനേഷൻ എന്താണ് കൊടുക്കേണ്ടത്? ടു ഗെറ്റ് ദ ഡെഫിനേഷൻ ഓഫ് sec x, sec ഈസ് റെസിപ്രോക്കൽ ഓഫ് കോസ്. കോസ് എന്ന് പറയുമ്പോൾ 1/x of p. സോ ഇത് ഡെഫിനേഷൻ ഒന്ന് റീഡിഫൈൻ ചെയ്യുക. സോ ഇൻപുട്ട് ബോക്സിൽ പോയിട്ട് 1/y ൻ്റെ പകരം x of p. So it will be, you can put the animation here. So you can see the graph of cosec x.
ഇപ്പോൾ നമ്മൾ 6 ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് ഡ്രോ ചെയ്യേണ്ടത് നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ആൻഡ് യൂസിങ് ദിസ് യു ക്യാൻ റൈറ്റ് ഈവൻ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻസ്. സോ അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ. സോ ദിസ് ഈസ് ദ ടേബിൾ വി നീഡ് ടു ഫിൽ. ഇതിൻ്റെ ഒരു അഡീഷണൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വിൽ ബി ഡൂയിങ് ഓൺലി ദിസ് ആക്ടിവിറ്റീസ്. 4.0 to π/2 ഈ വാല്യൂസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ടു ഫിൽ ദിസ് ടേബിൾ a, 1 ഡെഫിനേഷൻ സൈൻ്റെ ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് y of p. സോ ഇത് എൻ്റർ അടിക്കാം. ആനിമേഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ഇറ്റ് വെരി ക്ലിയർലി. നമുക്ക് ഈ ഇവിടെ ചോദിച്ചത് ഈ ടേബിളിൽ 0 to π/2 വാല്യൂ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. 0 to π/2, π/2 to π, π/3/2 ആൻഡ് 3π/2 to 2π. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 0 to π/2, 0 ഇവിടെ നിന്ന് 0 to π/2 ഈ ഒരു ഇൻ്റർവെല്ലിൽ സൈനിൻ്റെ വാല്യൂ എന്തായിരുന്നു? മുകളിലല്ലേ നമുക്ക് വരുന്നത് ഈ സൈഡാണ്, പോസിറ്റീവ് സൈഡ്. സോ പോസിറ്റീവ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഫ്രം ഹിയർ ടു ഹിയർ. ഇറ്റ് ഈസ് ഇവിടെ വരെ നമ്മൾ നോക്കുമ്പോൾ 0 to 1 വരെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ 0 to 1 മീൻസ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അതേ നമ്മൾ π/2 to π ഈ ഇവിടെ നിന്ന് π/2 to π നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഇൻ്റർവൽ. സി π/2 to π എന്തായി? ഈ ഇൻ്റർവെൽ നമ്മൾ നോക്കുമ്പോൾ വാല്യൂ ഡിക്രീസ് ആണ്. പോസിറ്റീവ് വാല്യൂ തന്നെയാണ് പക്ഷേ ഡിക്രീസിങ്. പക്ഷേ π to 3π/2 എന്താ? നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് സൈഡ് ഓഫ് y ആക്സിസ് ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ആൻഡ് വാല്യൂ ഈസ് ഡിക്രീസിങ്. ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഡിക്രീസിങ്. 3π/2 to 2π ഈ ഒരു ഇൻ്റർവെൽ നമ്മൾ നോക്കുമ്പോൾ നെഗറ്റീവ് ആണ് പക്ഷേ ഇൻക്രീസിങ്. 3π/2 to 2π ഈ ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണ് പക്ഷേ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അതുപോലെ നമുക്ക് ഇവിടെയുള്ള എല്ലാ ഈ ടേബിളൊക്കെ നമുക്ക് ഓരോ ഗ്രാഫ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും ഓരോ ഇൻ്റർവെൽ അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, വാല്യൂസ് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങളോട് ചോദിക്കും. സോ അതിനൊരു നമ്മൾ ഒരു വാല്യൂ കൊടുക്കുക. അതിൻ്റെ വാല്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് സൈനിൻ്റെ ഏത് വാല്യൂ ആണോ നോക്കേണ്ടത് എന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് അബൌട്ട് activity 4.3. So with this lab 4 is ended.